ആഗ്രഹിക്കേണ്ട യോഗീശ്വരന്മാർ പോലും കാക്കുന്നത് ഭക്തന്റെ പാദങ്ങളിൽ നമസ്കരിക്കണം. ഭക്തരായ മാത്രം മതി. അതാവലെന്നെ കാരണം എന്ന് പറയാൻ എന്താ? ദേഹാഭിമാനമാണ് നിങ്ങൾക്ക് ഇന്നു വരെയുള്ള എന്തെങ്കിലും ഒരു കുഴപ്പത്തിന് കാരണം. ഇനിയിപ്പോൾ ഒരു പുതിയ പേരുണ്ട്, ഈഗോ ഒക്കെ ഞാൻ പറയാം അല്ലേ? അങ്ങനെയാണ് ഇത് എല്ലാ ജീവിതത്തെയും, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഈ അടിസ്ഥാന ധർമ്മബോധമില്ലാത്തവർ. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാരതത്തിൽ തന്നെ നിയമമാണ്, അതും കേരളത്തിന് പ്രത്യേകം. ഹൈക്കോടതി പറഞ്ഞു കല്യാണം ഡൈവേഴ്സിന് കൊടുത്ത 1 കൊല്ലം കഴിയേണ്ട കുട്ടികളെ പിരിച്ചടക്കണ്ട നിങ്ങൾ. കോടതിക്ക് ബോധ്യപ്പെട്ടു. കാരണം എന്താ? ഇത് കഴിയുന്നതിന് മുന്നേ തന്നെ ഇറങ്ങാൻ തയ്യാറായിട്ടാണ്. അതൊക്കെ ഒരു ട്രെൻഡായി മാറി. ശരിയോ തെറ്റോ അത് പറയുന്നേ? ഇനി ഇതെപ്പോഴും നമ്മൾ മാറ്റാനാണ്? നമുക്കൊക്കെ കുട്ടികളില്ലേ? നമ്മൾ ഇന്നും വിശ്വസിച്ചിരിക്കുകയാണ്. ഭാഗവതം പറയണോ എന്തിനിങ്ങനെ കുട്ടികളാവണം? വിശ്വാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും നിങ്ങൾക്ക് ഇത്രയായിട്ട് മനസ്സിലായില്ലല്ലോ. നിങ്ങൾ ഭാഗവതം പഠിക്കണം. അടിസ്ഥാനമായ തോന്നൽ എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഈ പറഞ്ഞ വിശ്വാസം, ഇങ്ങനെയുള്ള ചെറിയ വാക്കുകൾ, ഉച്ഛ്വാസോ ഈ വിശ്വാസം. പ്രാണനെ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ ശരീരമാണ് ഞാനെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നും അധികാരം നഷ്ടപ്പെട്ടു. മറിച്ച് ഈശ്വരനാണ് എനിക്ക് സാക്ഷി എന്ന് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കിത് നഷ്ടപ്പെടുന്ന പേടിയില്ല. ശ്രദ്ധിച്ചില്ലേ? കുട്ടിക്ക് എപ്പോഴാണ് ഈ സ്കൂളിൽ നിന്ന് വൈകിട്ട് സന്ധ്യ വരെയായിട്ടും കാണാണ്ടിരിക്കില്ലേ? കടയിൽ ഇവിടെ പിടിച്ചിരുത്തി. ഇതിനിപ്പോൾ എത്ര പിടിച്ചിരുത്തിയാലും എന്ത് കഴിക്കാൻ വാങ്ങിക്കൊടുത്താലും ഇതിന് കഴിക്കാൻ പറ്റും. സന്ധ്യ ആയിട്ട് ഈ മഴയത്ത് അമ്മയെ കാണാണ്ട് എങ്ങനെ ഇത് പോവുക? അമ്മയെ കിട്ടുമ്പോഴേക്കും അതിൻ്റെ സകല ഭയവും പോയില്ലേ? പറയൂ നിങ്ങൾ. എന്തേ നമുക്ക് ഇനിയും സാധിക്കുന്നില്ല? ആത്യന്തികമായ ഭയം നമ്മളിപ്പോഴും കരുതി വെക്കുക. 40 കൊല്ലം ജീവിച്ചവരൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങളറിയാം, 64 കൊല്ലം ഒന്നിച്ച് ജീവിച്ചു. കേൾക്കുന്നുണ്ടോ? 64 കൊല്ലം. അതെൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയും തന്നെയാണ്. അമ്മയുടെ അച്ഛൻ 10 കൊല്ലമായി മരിച്ചു. 60-64 കൊല്ലം ജീവിച്ചു. പക്ഷെ ഇപ്പം നമുക്ക് ആ അനുഭവം കണ്ടപ്പോഴും തോന്നി, അതിനുശേഷം മുത്തശ്ശിക്ക് ഒരു ഒറ്റപ്പെടൽ തന്നെയാണ് എത്ര ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഒറ്റപ്പെടൽ മനസ്സിലത് പൂർത്തീകരിക്കാൻ ആർക്കും ഇന്ന് വരെ പറ്റി. എത്ര മണിമാളികയിലൊക്കെ എടുത്താലും രാത്രിയിലാ ഉറങ്ങുമ്പോഴെന്തായാലും ചിന്തിക്കാതെ അവർക്ക് പറയാൻ പറ്റും. മക്കൾ എത്ര സ്നേഹിച്ചാലും ആ ഉറക്കാൻ കിടക്കുന്ന സമയം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാരൊക്കെയും വിട്ടുപിരിയോ ആ ദുഃഖവേളയിൽ. പൈസക്കാരിയുടെ ഭർത്താവ് മരിക്കാണ്ടിരിക്കുന്നില്ല. നമ്മുടെ മുത്തശ്ശനും വലിയ പൈസയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും മരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നമുക്ക് തോന്നിയിട്ടില്ല അവരൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കലും നമ്മുടെയൊക്കെ ഓർമ്മ 10-30 കൊല്ലം കണ്ടിട്ടുണ്ടെങ്കിലും 30 കൊല്ലം അദ്ദേഹം കഴിക്കുന്ന സമയം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മുത്തശ്ശി അടുത്തില്ലാണ്ട് കഴിച്ചിട്ടില്ല, കഴിക്കുന്നില്ല. അങ്ങനെ സാധിക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഭാഗവതം പറയണു എത്രയോ കൂടെയുണ്ട് എന്നുള്ള ഭഗവത് വിചാരത്തോടെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ സാധിച്ചില്ലെങ്കിൽ, ആത്യന്തികമായി ഗുരുവായൂരപ്പനെ നിങ്ങൾ ആശ്രയിച്ചിട്ടില്ലെങ്കിൽ, ആത്യന്തികമായി പലതിനെയും നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഇവിടുന്ന് പലതിലേക്കും ഈ ജീവിതത്തെ പറിച്ചു നടാൻ തയ്യാറായിട്ടില്ല. നമുക്ക് തെറ്റുപിടിയാൻ പറ്റിയത് ഏതോ ഒരു തിരിച്ചറിവ് വരുന്നതിന് മുന്നേ പറഞ്ഞില്ല, ഇതാണ് ഇതിൻ്റെ കുട്ടപ്പേട്ട് ഇല്ലേ? 3 മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പണ്ടങ്ങ് പിടിച്ചു കൊടുക്കണം. കല്യാണമൊക്കെ കഴിഞ്ഞ് അന്ന് മുതൽ ഇവിടെ അയാളെ ദൈവമായി കാണാണ്, ഭർത്താവായി കാണാണ്. അവസാനം അങ്ങനെ ഒരു വാക്കും കേട്ടുള്ളൂ, സർവസ്വം എല്ലാം ഉണ്ട്. വീട്ടുകാരോട് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴൊക്കെ അവരെന്തെങ്കിലും ചില്ലറ കൊടുക്കും, വാങ്ങിയോ ചക്കയൊക്കെ. വീട് പണിക്ക് വാർക്കാൻ പൈസ വേണം പറയും. അപ്പോൾ അവർക്ക് രണ്ടാമത്തെ അവർക്ക് ആലോചന വന്നിട്ടുണ്ട്, നിനക്ക് ഈ വാർപ്പും കല്യാണം കഴിഞ്ഞാൽ മതി. അച്ഛനും പറയാൻ സത്യമല്ല, അയാൾക്ക് കൊടുക്കാൻ പറ്റും. നീ കുട്ടപ്പനോട് തന്നെ പണിക്ക് പോകാൻ പറ. മനസ്സിലായില്ലേ? ഭർത്താവിനോട് തന്നെയാണ്. അവിടുന്ന് തിരിച്ചുവിടുക ചെയ്തവളോട് നിന്റെ ആശയം നമ്മൾ പണ്ടേ ഇവിടത്തേക്ക് കൊടുത്തിട്ടുണ്ട്, അതിനാണ് ആ കഴുത്തിലും നെറ്റിയിലും. ചിന്തിച്ചോളൂ നിങ്ങൾ. ഇന്നിപ്പോൾ അതാണ് നടക്കുന്നത്. അങ്ങനെയല്ലേ നിങ്ങൾ 40-60 കൊല്ലം ജീവിച്ചത്? അതേ എത്രയും അതുവരെ ആശ്രയില്ലേ? മക്കൾ വഴക്ക് പറഞ്ഞാൽ വിഷമില്ല, അപ്പോൾ ഒന്ന് സന്തോഷിപ്പിച്ചു, ഞാനില്ലേന്ന് ചോദിച്ചു, എല്ലാം തയ്യാറായി, സന്തോഷം. പക്ഷെ അത് കഴിഞ്ഞ്
ഏതോ ഒരു രാത്രിയിൽ രണ്ടുപേരും ഒന്നിച്ച് കിടന്നതാണ്. ബോംബെയിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ചേട്ടൻ അങ്ങനെയാണ് മരിച്ചത്. ഒരു അമ്മ, ഒരു ചേച്ചി, പ്രായമായി, അവർക്ക് 50-56 വയസ്സായി. അവർ പിന്നെ ഭാഗവതത്തിന് മുന്നേ ഉണ്ട് പറഞ്ഞു. അവരത് എന്നോട് ആ കഥ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു തിരുമേനി. സ്കൈപ്പിൽ മക്കളൊക്കെ അമേരിക്കന്നൊക്കെ വന്ന് കണ്ടു, തൊഴുതിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. 9-9:30 മണി വരെ ഇവരുടെ ഗിഫ്റ്റ് ഓൺലൈനിൽ വന്നുകൊണ്ടിരുന്നു. എല്ലാം പറഞ്ഞു. നമ്മൾ ദോശ കഴിച്ച്, ഉലുവ ദോശ കഴിച്ച് കിടന്നു. ചേട്ടൻ 2:15 ആകുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട പോലെ എനിക്ക് തോന്നിയെന്നേ പറഞ്ഞുള്ളൂ. കേട്ടു എന്നവർ പറഞ്ഞില്ല, തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊരു ശബ്ദം. ഇവർ വിചാരിച്ച ബെഡ്റൂമിൽ ഇപ്പോൾ എലി കയറാൻ തുടങ്ങിയത്. നാളെ നേരെയാക്കണം, എലിപ്പെട്ടി വെക്കുക. ആലോചിച്ച് തുടങ്ങി. 6 മണിക്ക് ഇവർ എഴുന്നേൽക്കുമ്പോഴേക്ക് ചേട്ടൻ ആകെ ഒരു ഹനപ്പമില്ല. മൂപ്പര് നേരത്തെ എഴുന്നേറ്റ് ചായ ഒക്കെ വെച്ച് കൊടുക്കുന്നതാണ്. തീർന്നു. ഇത്രയും അവരിത് തിരിച്ചറിഞ്ഞു. അവരെന്നോട് പറഞ്ഞു, ഇപ്പോൾ എന്നെ ലേലത്തിന് വെച്ചിട്ടാണ് തിരുമേനി. 11-ാം ദിവസം തന്നെ മക്കൾ 7-ാം ദിവസം തന്നെ ചർച്ച ചെയ്തു, അമ്മ ആരുടെ എത്ര പോകണ്ടേ, ഇംഗ്ലണ്ട് പോകണോ, ആഫ്രിക്കയിലേക്ക് പോകണോ, തിരുവനന്തപുരത്തേക്ക് പോകണം, 3 നാളും ലേലാണ്, അല്ല ഇവിടെ ഒരു സ്റ്റാഫിനെ വെച്ചാൽ മതി, ഏതാ വേണ്ടിച്ചാൽ ചെയ്യാം. അങ്ങനെ ഇതൊന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ വളരെ രസമായിട്ട് ഇവരോട് പോകാറൊന്നുമില്ല. അവർ ഈ ഭാഗവതത്തെ തിരിച്ചറിയാൻ പറ്റിയതുകൊണ്ട് മനസ്സിലായില്ല. ആശയം നഷ്ടപ്പെട്ടതാണ് അവർക്ക് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. അവരെ മാനസികാവസ്ഥ അത്രയുണ്ട്. അതുകൊണ്ട് പറയാം, മറ്റാർക്കും അത് താങ്ങില്ല. ഭർത്താവിനെ ആശ്രയിച്ചത് ഒരു ദിവസം ഇവരോട് പോലും പറയാതെ പ്രതീക്ഷകളൊക്കെ തകർത്ത അദ്ദേഹം ഒരാഴ്ച ഇദ്ദേഹം ടൂറിന് പോകുമ്പോഴും പറഞ്ഞ് സെറ്റാക്കിയിട്ട് എല്ലാം ഏൽപ്പിച്ചിട്ടാണ് പോകാറ്. അതേ ഓർമ്മയുള്ളൂ. പണ്ട് ദുബായിൽ പോയപ്പോഴും മാസങ്ങളോളം പോയിട്ടുണ്ട്, പറഞ്ഞ് ഏൽപ്പിക്കാറുണ്ട്. ഇത് ഏൽപ്പിക്കാതെ ഒരു പോക്ക് പോയപ്പോൾ ഇവർ തളർന്നു. മക്കളുടെ അടുത്ത് ഇനി ഓരോരുത്തരുടെ അടുത്തും ആശ്രയമാകുമ്പോഴും നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഒരുപാട് ശീലങ്ങൾ ഇനി മാറ്റണ്ടേ. ഈ അച്ഛൻ്റെ അടുത്തുള്ള സ്വാതന്ത്ര്യം കിട്ടുമോ? ഇതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇവിടെ വേറെ ജീവിതം. ഇതൊക്കെ നഗ്ന സത്യങ്ങളായിട്ടിരിക്കുമ്പോൾ ഭാഗവതം പറയുന്നു, ഇനിയും ഭഗവാനെ നിങ്ങൾ അറിയാണ്ടിരിക്കണ്ടേ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനിയും ഗുരുവായൂരപ്പനെ അറിയാതെ ജീവിക്കാൻ നിങ്ങൾ ഭ്രമിക്കൽ. നിങ്ങൾ ജീവിക്കണ്ട എന്ന് പറയുന്നില്ല, ഭഗവത് വിചാരത്തോടെ മാത്രം ചെയ്യുക. അങ്ങനെ വർണ്ണാശ്രമധർമ്മങ്ങളെ ഉപദേശിച്ച് പിന്നീട് അഷ്ടമസ്കന്ധത്തിലേക്ക് കടന്ന മന്വന്തരം എന്നുള്ള ലക്ഷണത്തോടു കൂടിയിട്ട് അവിടെ പരീക്ഷിത് രാജാവിൻ്റെ ചോദ്യങ്ങളാണ്. സ്വായംഭുവസ്യേഹ ഗുരോ വംശോയം വിസ്തരാൽ ശ്രുതം യത്ര വിശ്വസൃജോ സർഗോ മനൂന്യൻ വദസ്വന. എത്ര മന്വന്തരങ്ങളാണ് ഈ സ്വയംഭൂ മനുവിന് ഇതരങ്ങളായിരുന്നത്. അങ്ങിപ്പോൾ സ്വയംഭൂ മന്വന്തരം പറഞ്ഞു, മറ്റ് മന്വന്തരങ്ങളിലും ഭഗവാന്റെ കഥയൊക്കെ ഇല്ലേ? അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ 14 മന്വന്തരങ്ങളാണ് പരീക്ഷിതയുടെ. ഈ 14 മന്വന്തരങ്ങളിൽ 7ാമത്തെ മന്വന്തരമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സ്വയംഭൂവ മനു ഭരിച്ച മന്വന്തരത്തിന് നമ്മളെന്ത് പറഞ്ഞു? സ്വയംഭൂവ മന്വന്തരം. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഒപ്പല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങ് കൂട്ടിയാണ് സാരോജിഷൻ, താമസൻ, വൈരോചനൻ, രുദ്രസാവർണി, ദക്ഷസാവർണി, ഇന്ദ്രസാവർണി, ഏട് ചെയ്യാം മന്വന്തരം. മനസ്സിലായില്ലേ? മന്വന്തരം എന്നുള്ളത് ബൃഹത്തായ ഒരു കാലത്തിൻ്റെ ഒരു കണക്കുകൂട്ടലാണ്. നിശ്ചിത ചതുർയുഗങ്ങളും ഒക്കെ കടന്നുമ്പോഴുണ്ടാവുന്ന അനവധി ബ്രഹ്മകൽപ്പങ്ങളും കഴിയുമ്പോഴുണ്ടാവുന്നതാണ് ഈ മന്വന്തരം. അതിൽ അനവധി സൃഷ്ടികളുണ്ടാവും, അനവധി അത്ഭുതങ്ങൾ ലോകത്ത് ഭക്തന്മാരുണ്ടാവും. ആ ഭക്തന്മാരെ കൊണ്ടും ലോകപാലന്മാരെ കൊണ്ടും സ്വയംഭൂവ മനുവിനെ കൊണ്ടും ഈ ലോകത്തിൻ്റെ കാര്യം നേരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വരുമ്പോൾ അവിടുന്ന് PM തന്നെ ഇടപെടുന്നതാണ്. അങ്ങനെ ഭഗവാൻ ഈ മന്വന്തരങ്ങളിൽ അവതരിക്കാനോ ഭഗവാനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങനെ ഭഗവാൻ വരുന്ന ആളല്ല. ഭഗവാൻ ഭൂമിയിലേക്കും മറ്റും വരണമെങ്കിൽ അവിടെ മറ്റുള്ള ഈ ഭരണകർത്താക്കളാണ് സ്വയംഭൂവ മനു. തൊട്ട് താഴെ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വയംഭൂവ മനുവാണ്. അതിൻ്റെ താഴെ ഇന്ദ്രനുണ്ട്, പിന്നെ സപ്തർഷികളുണ്ട് ഇതിൻ്റെ ഉപദേശം കൊടുക്കാൻ, പിന്നെ ഈ മനുക്കളുടെ മക്കളൊക്കെ കൂടിയിട്ടാണ് ലോകവ്യവഹാരം നടത്തുന്നത്. ഇതിൻ്റെ താഴെ പിന്നെ ഇന്ദ്രൻ, വരുണൻ, ഇവരൊക്കെ ഉണ്ട്. ഇവനാണ് പ്രധാനപ്പെട്ട ഭരണകർത്താവ്. അങ്ങനെ മന്വന്തരങ്ങളിൽ താമസ മന്വന്തരത്തിൽ 4ാമത്തെ മന്വന്തരത്തിൽ ഒരു കഥയുണ്ട്. മറ്റതിലും കഥയൊക്കെ പലതും ഉണ്ടാവും, സൃഷ്ടികളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നമുക്ക് സമയം കുറവല്ലേ പരീക്ഷത്തെ. ഇന്ന് 4ാം ദിവസം ഉച്ചയായി. കൃഷ്ണകഥയില്ലേ അങ്ങേക്ക് കേൾക്കണ്ടേ? അത് കേൾക്കാൻ തുടങ്ങിയ അങ്ങേക്ക് എന്താവുമെന്ന് എനിക്കറിയാം.
അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ആവശ്യമുള്ളത് മാത്രം പറയാം. ഭഗവത് സംബന്ധിയായ കഥകൾ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം, ഇതരങ്ങളായ കഥകൾ അങ്ങനോട് ചോദിക്കണ്ട എന്നും ഇവിടെ ഒരു പറച്ചിലുണ്ട്. അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളുള്ള മന്വന്തരങ്ങളെ മാത്രമേ വിസ്തരിക്കുന്നുള്ളൂ, അതിലെ കഥകൾ മാത്രമേ പറയുള്ളൂ. അങ്ങനെ പറയുമ്പോഴാണ് പരീക്ഷത്തിനൊരു ഔത്സുക്യം. അങ്ങനെ മന്വന്തരങ്ങൾ ഏകദേശമൊക്കെ അറിയാം. ഈ മുത്തശ്ശന്റെ കഥ പോലും അറിയുന്നതല്ലേ പറഞ്ഞു കൊടുത്തേ. മന്വന്തരങ്ങൾ എനിക്ക് ഏറെക്കുറെ അറിയാം, അറിയുന്നതൊക്കെ ചോദിക്കാം എനിക്കിഷ്ടമുള്ളത്. അപ്പം തന്നെ പരീക്ഷത്തിൽ ചോദിച്ചു, പണ്ട് ഭഗവാൻ ഏത് മന്വന്തരത്തിലാണോ ഒരു ഗുരുവായൂരപ്പൻ ഒരു ആനയെ രക്ഷിച്ചതായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പറഞ്ഞു, അത് 4ാമത്തെ മനു താമസൻ ഭരിച്ചിരുന്നപ്പോൾ താമസ മന്വന്തരത്തിൽ പാലാഴി തീരത്തിൽ അവിടെ ഒരു പർവ്വതനിര ഉണ്ടായിരുന്നു. ആ പർവ്വതനിരയിലുണ്ടായ ഒരു അത്ഭുത കഥയാണ് ഗജേന്ദ്രമോക്ഷം. അത് അങ്ങേക്ക് ഞാൻ പറഞ്ഞത്. അങ്ങനെ അഷ്ടമസ്കന്ധത്തിൽ 2ാമത്തെ അധ്യായം മുതൽ 5 കൂടുന്ന അധ്യായം 3 അധ്യായത്തിലാണ് ആ ഒരു പ്രകരണം. നമ്മൾ പറഞ്ഞു ഭാഗവതത്തിൽ ഏറെക്കുറെ 100ഓളം പ്രകരണങ്ങളാണ്. അതായത് 100ഓളം കഥാഭാഗങ്ങൾ പ്രത്യേക പ്രത്യേക പാക്കേജായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം പിന്നീട് ഈ ഗജേന്ദ്രമുഖാഖ്യാനത്തിലേക്ക് കിടക്കും. പണ്ട് ഗിരിവരോരാജത്രികൂട ഇതി വിശ്രുത ക്ഷീരോദേനാവൃത ശ്രീമാൻ യോജനായുധമുച്ഛ്രിത. ഈ ക്ഷീരസാഗരം കൊണ്ട് ചുറ്റപ്പെട്ടതായ വലിയ ഒരു ത്രികൂട പർവ്വത താഴ്വര ഉണ്ടായിരുന്നു പാലാഴി തീരത്ത്. ത്രിഭിശൃംഗൈ വയോനിധി, ഇതതിൻ്റെ പ്രത്യേകത. 3 ശൃംഖങ്ങൾ അതിനുണ്ടായിരുന്നു. ഒറ്റ ഒരു കൊടുമുടിക്ക് 3 കൊടുമുടികൾ. അത് രൗപ്യായ സഹിരണമയി എന്നാണ്. ഒന്ന് വെള്ളിയാണ് അതിൻ്റെ താഴെ, ഒന്ന് രത്നങ്ങളാണ്, ഒന്ന് സ്വർണവും മരതകവും. ഇങ്ങനെ അമൂല്യങ്ങളായ നിധിയുടെ കൂമ്പാരമായ വലിയൊരു പർവ്വതം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്ത് പർവ്വതങ്ങളും ഭൂമിയുടെ അടിയിൽ നിന്നാണ് അല്ലേ. ഇപ്പം ഗൾഫൊക്കെ ഇങ്ങനെ ആവാനെന്താ കാരണം? പെട്രോൾ തന്നെയല്ലേ. അതുപോലെ എല്ലാം ഭൂമിയിൽ നിന്നാണ് ധാതുക്കൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ കാട്ടിൽ എല്ലാ തരത്തിലുള്ള, ഇവിടെ ഒരു വരുണന്റെ വകയുള്ള ഒരു ഉദ്യാനം എന്നോ കാട് എന്നൊക്കെ പറയാം, അവിടെ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളും ഉണ്ട്. അത് ക്രൂര ഹിംസജീവികളൊക്കെ ഉണ്ട്. പുലിയുണ്ട്, കടുവയുണ്ട്, കരടിയുണ്ട്, സിംഹമുണ്ട്, മാനുണ്ട്, മുയലുണ്ട്, അണ്ണനുണ്ട് എല്ലാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആനകളൊക്കെ ഇരുന്ന വലിയ കാട്ടിലേക്ക് ഒരു ദിവസം അത്ഭുതം ഉണ്ടായതെന്നാണ്. തത്രേകഥാദത്ത് ഗിരികാനനാശ്രയ കരേണു ഭീമാരണയൂതവശ്ചരൻ സകണ്ഠകാൻ ഗീജകവേണുവേത്രവൽ വിശാലഗുൽമം പ്രരുജന വനസ്പതി. ഒരു പകല് നേരം പെട്ടെന്ന് ആ കാട്ടിൽ ഉൾക്കാട്ടിന്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു മുളങ്കാടുണ്ട്. ഈ കാട്ടിലുള്ള ജീവികളൊന്നും അങ്ങോട്ട് പോവില്ല, പേടിച്ചിട്ട്. കൂരാകൂരി ഇരുട്ടാണ്, അതിൻ്റെ ഉള്ളിൽ പെട്ടാൽ പെട്ടു. ശ്രദ്ധിച്ചില്ലേ എങ്ങനെ പെട്ടു? സംസാര സാഗരത്തിൽ പെട്ട കച്ചവടക്കാരെ പോലെ. അങ്ങനെ ഒരു കഥ പറഞ്ഞു ഓർമ്മയില്ലേ? ഒന്നും പിടുത്തം കിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഭീകര ശബ്ദപ്പെന്ന് കേട്ടു. ആ മൃഗങ്ങളൊക്കെ കൂടി പേടിച്ച് അരണ്ട് നോക്കുമ്പോ നോക്കുമ്പോഴേക്ക് ആ മുളങ്കാട്ടുകൾ ഇങ്ങനെ പറക്കുന്നു, ഇങ്ങനെ ആകാശത്തിൽ ചവിട്ടി മെതിക്കുമ്പോഴേക്ക് എത്ര ശ്രമിച്ചിട്ടാണ് ഒരു ഭാഗം അമർന്നു പോകുന്നത്. ഇതെന്തൊരു അത്ഭുതം! ഒന്ന് ചവിട്ടിയിട്ട് ആ ഭാഗം മുഴുവനും ഇല്ലാണ്ടാക്കാൻ ഇത്ര ശക്തനായ ഒരു അതിശക്തി കൂടിയതായ ഒരു ആന. ഞെട്ടിപ്പോയി ആ മൃഗങ്ങളെല്ലാം. തൊഴുതു വരുന്ന വരവിൽ തന്നെ പേടിയായിപ്പോയി. അവൻ ഒരു അടി തന്നു കഴിഞ്ഞാൽ ഒരു 4 ആന തീരും മിനിമം. 100 ആനയുടെ ശക്തി ഉണ്ടെന്ന്. ആ മുളങ്കാട് മുഴുവൻ അവനത് നശിപ്പിച്ചു ഒരു നിമിഷ നേരം കൊണ്ട്. അപ്പം തന്നെ ആരായാലും ഗീ ചെയ്തു വേണം. കാരണം എന്താ, ഇങ്ങനെ ഒരു ശക്തി കണ്ട ആരായാലും അത്ഭുതപ്പെടാണ്ടിരിക്കും. ആ മൃഗങ്ങളൊക്കെ കൂടി അദ്ദേഹത്തിന് ജയിലിക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾക്ക് നമുക്കൊരു പേര് കൊടുക്കാം, ഗജേന്ദ്രൻ. ആനകളിൽ വെച്ചിട്ട് ശ്രേഷ്ഠനായിട്ട് അതിനെ പ്രഖ്യാപിച്ചു. ഒപ്പം ആ കാട്ടിൽ തന്നെ രാജാവ് ഗജേന്ദ്രൻ അങ്ങനെ ആ കാട് ഭരിക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പൊ എന്തുണ്ട് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മഹോരകാശാഭിമയാൽ ദ്രവന്തി
ഓരോ ക്ഷുദ്ര ജീവികളൊക്കെ, ചെറിയ ജീവികളൊക്കെ പേടിപ്പിക്കുമ്പോഴേ ഗജേന്ദ്രനോട് പറഞ്ഞു, ഞാൻ ഗജേന്ദ്രനോട് പറയും ഉച്ചക്ക് കണ്ടാലെന്ന് പറഞ്ഞാൽ പിന്നെ ആ സിംഹം പിന്നെ ഇതിനെ പിടിക്കില്ല, പേടിച്ചിട്ട്. എല്ലാവർക്കും പേടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കാട്ടിലൊരു അതിഗംഭീരമായ ഒരു വരൾച്ച വന്നു എന്നും ആ വരൾച്ചയിൽപ്പെട്ട എല്ലാ ജീവജാലങ്ങളും തകരാൻ വേണ്ടി തുടങ്ങി, സസ്യലതാദികൾ ഉണങ്ങി തൂങ്ങിയപ്പോൾ ഈ ഗജേന്ദ്രൻ അതിനൊരു ഗൗരവ തീരുമാനമെടുത്തു, ഈ കാട് വിടാം. എല്ലാവരുടെ തീരുമാനവും കേട്ടിട്ട് അവരൊക്കെ പറഞ്ഞു ഗജേന്ദ്രേട്ടൻ പറയുന്ന പോലെ പോകാമെന്ന്. അങ്ങനെ ചെറിയ മാൻകുട്ടികളെയും മയിലിനെയൊക്കെ മുകളിലിരുത്തി നടക്കാൻ പറ്റാത്തവരൊക്കെ കൂട്ടിയിട്ട്, ആനകളൊക്കെ കൂടിയിട്ട് ഇവിടുന്ന് നേരെ കാട് ഉൾക്കാടിലേക്ക് പോയി. ഗജേന്ദ്രനോട് നോ പ്രോബ്ലം, എല്ലാവരും റെഡി, എല്ലാവരും മുന്നിലോടി പോകും. എനിക്കെന്ത് പോയി, ഒരു പ്രശ്നവുമില്ല, ഗജേന്ദ്രേട്ടൻ പുറകിലില്ല. ചിന്തിക്കുക, എവിടെയുണ്ട് ആന പുറകിലില്ല, എനിക്കെന്ത് പഠിക്കാൻ, എല്ലാ ജീവികളും മുന്നിൽ ഓടി കളിക്കുകയാണ്, വളരെ ഹാപ്പിയാണ്. വെള്ളമില്ലെന്നൊരു സാധനം, കുറേ എണ്ണം തളർന്നു വീഴുന്നുണ്ട്. അങ്ങനെ കുറേ എണ്ണം ദൂരെത്തുമ്പോഴേക്കും പെട്ടെന്ന് ഈ ഗജേന്ദ്രന്റെ ഭാവം എന്ന് മാറാൻ കൂടി, പതിവില്ലാത്ത പോലെ ഒരു മതപ്പാട് പോലെ അങ്ങ് കളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തിരിയാനൊക്കെ തുടങ്ങി, താഴോട്ടൊക്കെ മണപ്പിച്ച് 2 വട്ടം തിരിയലൊക്കെ പൊടിയൊക്കെ അങ്ങ് മാറി. എല്ലാവരും ഒന്ന് ഞെട്ടി. പെട്ടെന്ന് ഗജേന്ദ്രൻ ആ തിരിയലോട് കൂടിയിട്ട് ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് പോയിട്ട് അവിടെ നിന്നു. അവിടെ നിന്നിട്ട് ഒരു കാലം പൊക്കിയിട്ട് ഈ തുമ്പിക്കൈ അങ്ങ് ഉയർത്തിയിട്ട് ഉറക്കെ അങ്ങ് വലിക്കാൻ തുടങ്ങി. അകത്തേക്ക് ശ്വാസം ശക്തമായി അങ്ങ് വലിച്ചു. അതാ ഗജേന്ദ്രന്റെ ആ വയറുഭാഗത്ത് ഇങ്ങനെ ഒട്ടിപ്പോകുന്നത് കാണാം, അതുപോലെ വലിച്ചെടുക്കുകയാണ് ശ്വാസം. കിട്ടി, മൂപ്പര് പിടിച്ചെടുത്തു. ഒരു സംശയം വന്നിട്ടുണ്ടായിരുന്നു, ഇതിപ്പോ കുറ്റിക്കാരെ പോലെ എവിടെ പോയി തിരിഞ്ഞതൊന്നുമില്ല. ഇവന് എവിടുന്നോ ഒരു കാറ്റിൽ ആ നടക്കുമ്പോഴൊരു മണം മൂക്കിലടിച്ചു പോയിട്ടുണ്ടാവുകയാണ്. അത് കിട്ടാനാണ് ആ ചുറ്റിലും ഇങ്ങനെ തുമ്പിക്കൈയോടൊന്ന് മണത്ത് നോക്കി ആ സ്ഥലം കണ്ടുപിടിച്ചു. ഒരു 10-20 അടി പോയിട്ടങ്ങ് ഉയർന്ന് വിളിക്കുമ്പോഴേക്കും അവിടെ സരോനിലം പങ്കജരേണൂരൂഷിതം. ആ ആനയുടെ മൂക്കിലേക്ക് ഒരു താമര പൂമ്പൊടിയുടെ മണം അടിച്ചിട്ടുണ്ട്. ഏതിന്റെ മണം? പൂമ്പൊടി. അതിങ്ങനെ കാറ്റിൽ വരുമ്പോൾ അതിനെ പിടിച്ചെടുക്കും. ഉണ്ട് കൂടെ വെള്ളം ഇവിടെ അടുത്ത കൂടിയോ കിട്ടും. അങ്ങനെ ഗജേന്ദ്രൻ എല്ലാ ആനകളെയും കൂടി ആ മണം ശ്വസിച്ച് ദൂരെ കാട്ടിനുള്ളിലേക്ക് എത്തുമ്പോഴേക്കും അത്ഭുതം കൊണ്ട് അവർ ഞെട്ടിത്തിരിച്ചു. എന്താ കണ്ടിട്ടുള്ളത്? ഒരു കുന്ന് കയറുമ്പോഴേക്കും മണം കൂടാൻ തുടങ്ങി. പുല്ലിന്റെ ഒരു ഭാഗത്തേക്ക് കയറുമ്പോ തന്നെ പുൽത്തകിടികളോടുകൂടി ഇറങ്ങി ഇങ്ങനെ പോകുന്ന വലിയ മൈതാനം പോലുള്ള പുൽത്തകിടി. അത്ഭുതപ്പെട്ടു. അതിന്റെ താഴെയായിട്ട് അതിമനോഹരമായ ഒരു കുളം. എന്തു കുളം അത്? താമരപ്പൊടി. ആ നിറഞ്ഞ പച്ചപ്പിന്റെ നടുവിൽ ഇങ്ങനെ താമരപുഷ്പം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന അതിഗംഭീരമായ കുളം കണ്ട് അത്ഭുതം വെച്ചാൽ ഇവിടെയാണോ സ്വർഗം എന്ന് പോലും വിചാരിച്ച് ആ മൃഗങ്ങളൊക്കെ കൂടി ഗജേന്ദ്രൻ പറഞ്ഞത് കേട്ട് ആ വെട്ടത്തിലിറങ്ങി ഇഷ്ടംപോലെ വെള്ളം കുടിച്ച് പുൽത്തകിടിയിലിരുന്ന് കളിച്ച് ഓരോരുത്തരെയും മടക്കി കൊണ്ടുപോകാൻ നോക്കുമ്പോഴേക്കും ഗജേന്ദ്രൻ എല്ലാവരെയും കയറ്റി കൊടുക്കും. ഗജേന്ദ്രൻ കയറാൻ നോക്കുമ്പോഴേക്കും ഗജേന്ദ്രന്റെ മുകളിലുള്ള കാലെടുത്ത് വെച്ചു. പിറകിലെ കാലം ഒന്നെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും എന്തോ ഒന്ന് തട്ടിയത് പോലെ മറ്റേ കാലം കൊണ്ടൊന്ന് തടവുമ്പോഴേക്ക് ഗജേന്ദ്രനെ മനസ്സിലായി എന്താ പറ്റിയിട്ടുള്ളത്. നിസാരല്ല. പെട്ടെന്ന് എന്തോ ഒന്നുകൂടി സംശയം നോക്കുമ്പോ ദൈവചോദിതോ യദൃശ്ചൈവം വ്യസനം ഗതോ ഗജോ. യാദൃശ്ചികമായിട്ട് ഒരു വിഷമം, ഒരു മിന്നായം പോലെ അങ്ങ് തട്ടിയത്. എങ്ങനെയായിരിക്കും അതുണ്ടാവുക? ഒരു ഞെട്ടൽ. അതെന്താ കാലിൽ തടഞ്ഞത്? അതെന്തോ കടിച്ചതാ. വെറുതെ ഞെട്ടുന്നാണല്ലേ. ഇവിടുന്ന് ഊണ് കഴിക്കാൻ ഓടി പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് വീഴാൻ നോക്കാനല്ലേ. നല്ലതുപോലെ പഠിക്കുന്നില്ല. ഉണ്ടില്ലെങ്കിലും വേണ്ട, മൊത്തം ഉന്തിയിടാതെ കൊണ്ടുപോയാണ് ഇല്ലേ. ഊണ് കിട്ടില്ലെങ്കിലും വേണ്ട. അപ്പം ജീവൻ തന്നെ പോകുന്നില്ലേ നിങ്ങൾക്ക്? ഒരു 5 മിനിറ്റ് നിങ്ങൾ നിന്നിട്ട് ആലോചിക്കാറില്ലേ? ചിലപ്പോൾ ബാത്റൂമിലൊക്കെ വഴുകിയിട്ട് നിൽക്കുമ്പോൾ ഇപ്പം തീർന്നേനെ.
അങ്ങനെ തോന്നാറില്ലേ മനസ്സിൽ? ഇപ്പൊ തീർന്നേ. ഇത് തന്നെ ഒരു നിമിഷം. പിന്നത്തെ ഓട്ടം എങ്ങനെയായിരുന്നു? പിന്നെ അതിനേക്കാൾ സ്പീഡിലോട്ട് നമുക്കത് തിരിച്ചറിയാനും പറ്റില്ല. നമ്മൾ ആ നിമിഷം ഞെട്ടും. ഇതാണ് മനസ്സിലാക്കുക. ഈ ഗജേന്ദ്രൻ അതുപോലെ ഒന്ന് ഞെട്ടിപ്പോയി, പെട്ടെന്നൊന്ന് പേടിച്ചു എന്ന് പറയാൻ വയ്യ, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പേടി തന്നെയാണ് സംഭവം. പേടി തന്നെയാണ്, മരണഭയാണ്. പേടി എന്ന് പറഞ്ഞ് നിർത്തണ്ട. വീഴാൻ പോയപ്പോൾ പേടിച്ചതല്ല, ഞാൻ തീർന്നു പോയി എന്ന് വിചാരിച്ചു പേടിച്ചു. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടി പറയട്ടെ, എങ്ങനെ പേടിച്ചു പോയതാണ്? ഞാൻ തീർന്നു, ഇനി ഇവിടുന്ന് പുറക്കി കൊണ്ടുപോകണമല്ലോ, ഇത്രയും കൂടി ആലോചിച്ചു. അതാണ് നല്ലോണം പിടിച്ചു. ഇതാണ് ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും. ഈ ഗജേന്ദ്രൻ്റെ അടുത്ത നിമിഷം കാലുകൊണ്ടൊന്ന് മനസ്സിൽ നോക്കുമ്പോഴേക്കും അതൊരു ഗ്രാഹോബലിയാഗ്രഹിൽ ഒരു ഭീകരനായ മുതല അതിനെ കടിച്ചു പൊടിച്ചിരിക്കുകയാണ്. നിസാര കടിയല്ല, കടിച്ചു പൊടിച്ചിട്ടുണ്ട്. അതിങ്ങനെ നല്ലോണം പാകത്തിന് കടിക്കുക. ഗജേന്ദ്രൻ സർവശക്തി എടുത്ത് ആ കാലം ഉയർത്തുന്നു. അത്ഭുതം കണ്ടോളൂ. ഗജേന്ദ്രന്റെ പകുതിയോളം വെള്ളത്തിൽ നിന്ന് ആര് ഉയർന്നു? ആ മുതല. പകുതി ഉയരുമ്പോ തന്നെ ഈ കരയിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. അത്രയും ആചാരമാകുവാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഗജേന്ദ്രൻ അതിൻ്റെ ഭാരം കൊണ്ട് തളർന്ന് കാലം ഇളകി. ലൈഫിൽ ഫസ്റ്റ് ഡേ ഈ എക്സ്പീരിയൻസ്. ഇവിടുന്ന് വേണ്ടിയിരുന്നില്ലേ? ഇവിടുന്ന് വേണമായിരുന്നു. നല്ലോണം ശ്രദ്ധിച്ചു. മുന്നിന്നായിരുന്നു, വേറെ എവിടുന്നങ്ങായിരുന്നെങ്കിൽ കാട്ടിയിട്ടായിരുന്നെങ്കിൽ ഗജേന്ദ്രൻ വീഴുമായിരുന്നു. അയാളെ മുന്നിലൂടെ വന്ന് പിടിക്കാൻ പറ്റുമോ? അറിയോ നിങ്ങൾ? ഇന്നത്തെ കേസില്ല ഇവിടെ. എനിക്കിപ്പോഴെങ്കിലും എന്നെ ഓർമ്മ വരുമെന്ന് വിചാരിക്കണം. ഇല്ല ഇല്ല. അവിടുന്ന് ഗജേന്ദ്രൻ അപരേകജാഹ, എല്ലാ ഗജങ്ങളെയും വിളിച്ചു. ആരെയായിട്ടുള്ള ആനയും മക്കളായിട്ടുള്ള ആനയും ഒക്കെ ഒന്നിപ്പോൾ കൂടാണ്ട് കയ്യിലുണ്ട്. കൂടാണ്ട് കയ്യിലല്ലോ. ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലേ, വേറെ ആരാ നിൽക്കുക? ഇപ്പോൾ ഇവിടെ അല്ലല്ലോ. അവളുടെ മുഖത്തേക്ക് എല്ലാവരും നോക്കിയില്ലേ. ഇനിയിപ്പോൾ ഒരു 15 ദിവസം AKG കിടക്കണം എന്ന് പറഞ്ഞാൽ അത് ഭാര്യക്കുള്ള നറുക്ക് വീണില്ലേ? അതിപ്പോൾ അവളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ചോദിച്ചുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ആരോഗ്യം അവളോട് ചോദിക്കേണ്ടേ? സത്യത്തിൽ അത് ചോദിക്കണ്ട. ഇവളല്ലേ കൊണ്ട് വിളിച്ചോടി വന്നതല്ലേ? സ്നേഹിച്ചു വന്ന ആളല്ലേ നിങ്ങൾ? സ്നേഹം കൊണ്ടല്ലേ ജീവിക്കുന്നത്? അത് സഹിച്ചോളൂ. നോക്കാൻ നോക്ക്. ഗജേന്ദ്രന്റെ ഭാര്യയും ആനകളും കൂടി നോക്കി. അത് അവരെ കൊണ്ട് സാധിക്കാതെ അവര് തളർന്നു പോയി എന്ന് ഭാഗവതം പറയും. അവരൊക്കെ ഈ തുമ്പിക്കൈയിൽ നിന്നും വിട്ടുകൊണ്ട് അവരൊക്കെ തളർന്ന് ഓരോരോ ഭാഗത്തേക്ക് പോയ സമയത്ത് ഗജേന്ദ്രന് എന്തെന്നില്ലാത്ത വിജുക്രുശുഹു ദീനതിയോ അപേകജാഹ. ഗജേന്ദ്രൻ എന്തെന്നില്ലാതെ മനസ്സ് വിഷമിക്കാൻ തുടങ്ങി. ഭാര്യ ആയിട്ടുള്ള ആനയുണ്ട്, മക്കളായിട്ടുള്ള ആനയൊക്കെ പോയി. ഭാര്യ ആദ്യം പറഞ്ഞു, ഇനിയിപ്പോൾ അവർക്ക് ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഇനി ലീവില്ലല്ലോ ഇല്ലേ? ഇത് പറയുമ്പോഴും നമ്മുടെ വയനാട്ടിൽ നമ്മുടെ ഒരു സുഹൃത്താണ്, അദ്ദേഹം CI ആണ്. അയാളുടെ ഫ്രണ്ട്, അയാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം പറ്റിയിട്ടുണ്ട്. ഇദ്ദേഹം എന്നെ വിളിച്ച് എല്ലാം പറയാറുണ്ട് വല്ലപ്പോഴും വിളിക്കുമ്പോൾ. അങ്ങനെ പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്, എൻ്റെ ആ ഫ്രണ്ടിന് ഒരു അപകടം പറ്റി, അയാൾ ഇന്നലെ മരിച്ചു. അപകടം പറ്റിയതൊക്കെ എന്നോട് പറഞ്ഞത്. ചെറുപ്പക്കാരനാണ്, 30 വയസ്സേ ഉള്ളൂ. എന്തോ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, നടുവിനൊരു വേദന എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. ബോംബെയിൽ പോയി, ഡൽഹി കൊണ്ടുപോയി നോക്കി, അമേരിക്കയിൽ അയാളെ കൂട്ടി കൊണ്ടുപോയി. 6 മാസം 8 മാസം കിടന്നു. ഈ 8 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാം കഴിയുന്നുണ്ട്. അയാളൊരു അനാഥനെ പോലെ. സുഹൃത്തുക്കൾ, ആ 10th ബാച്ചിലുള്ള കുറച്ച് കൂട്ടുകാരാണ് അയാളെ സംസ്കരിച്ചതൊക്കെ. വലിയ മണിമാളികയാണ് അയാൾ, വലിയ മണിമാളികയാണ്. വലിയ റബ്ബർ തോട്ടവും എസ്റ്റേറ്റൊക്കെ. അതിൻ്റെ ഉള്ളിൽ ആ പ്രേതാലയം പോലെ ഇന്നും അതൊരു സ്മാരകമായി നിൽക്കുക. അയാളുടെ അത്ഭുതം അയാൾ ഉണ്ടാക്കിയതാണ്. ചെറിയ കാലം കൊണ്ട് ഇത്രയും സമ്പത്ത്. അയാളൊരു 24 വയസ്സിൽ ജോലി കിട്ടിയാണ്. ഇങ്ങനെ അത്ഭുതം കേട്ടപ്പോഴും നമ്മൾ തരിച്ചുപോയി. എന്നൊന്നും നമുക്ക് ഭക്ഷണം ഉറങ്ങാനും കൂടി പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ നമ്മൾ പ്രഭാഷണം പറയുമ്പോഴേക്കും ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതിലപ്പുറം എന്ത് സത്യം ഇവിടെ നടക്കണം? ഈ ഓരോന്നും നേടുമ്പോൾ അമ്മയും മക്കളും എല്ലാവരും ഇങ്ങനെ ശീലിച്ചു പോയി. സമാനശീല. എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഈ കേമത്തം, എൻ്റെ ഏട്ടനും ഞാനും കൂടി ഉണ്ടായ കുട്ടിയല്ലേ ഇത്. ഇതിങ്ങനെ അല്ലാണ്ട് വരുമോ? അവൻ്റെ പഠിപ്പ് കൊണ്ട് അവൻ മുടുക്കനാണ്, എല്ലാത്തിലും പഠിക്കും. അവൻ്റെ ഗുണം കൊണ്ട് അവനിപ്പോൾ റാങ്ക. എൻ്റെ കുട്ടിയുടെ യോഗ്യത കൊണ്ട് ജോലിയായില്ല. ഭാഗവതം ചോദിക്കണം, ഒരിക്കലെങ്കിലും
ഗുരുവായൂരപ്പ എത്രയോ പേർക്ക് കുട്ടികളുണ്ടായിട്ടും എനിക്കൊരു നല്ല കുട്ടിയെ തരുമെന്ന് അന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. കുട്ടി ഉണ്ടായപ്പോൾ സാധിച്ചു നിങ്ങൾക്ക് ഓരോരുത്തർക്കെങ്കിലും? എല്ലാം പ്രസവ സമയത്ത് പല പ്രശ്നമാവില്ലേ? അത് കയ്യിൽ കിട്ടുമ്പോഴെങ്കിലും പ്രാർത്ഥിക്കണ്ടേ? ഗുരുവായൂരപ്പ എനിക്കെന്തേനെ മര്യാദ കിട്ടിയില്ല, നീ അല്ലേ കണ്ണാ, നിന്നെ പോലെ ഒന്നിനെ നിനക്കെന്നെ ഇരിക്കട്ടെ വെച്ചിട്ട് നീ എന്നല്ലേ ഇത് വന്നത്, അന്നെങ്കിലും ചിന്തിച്ചൂടെ നമുക്ക്? അന്ന് വേറൊരു ഈഗൊന്നും നമുക്കില്ലല്ലോ. അവിടുന്ന് പിന്നീടും നമുക്ക് സാധിച്ചില്ല. അവസാനമൊക്കെ കഴിഞ്ഞിട്ട് ഭാഗവതം ചെയ്തു, ഇനി നീ എന്തിനു വിഷമിക്കുന്നു? എന്നെ അന്ന് ചിന്തിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഈ വിഷമത്തിന് ആർക്കും സാധിക്കും? ഈ സുഹൃത്തിൻ്റെ ഭാര്യ, മക്കള്, ചെറിയ കുട്ടികളാണ്, അവരെയൊക്കെ കൂട്ടിയിട്ട് വീട് വിട്ടു പോയി. അതാണ് അയാൾക്ക് തളർന്നു പോയത്. അയാൾക്ക് സത്യത്തിൽ അസുഖമൊക്കെ മാറി വന്നതാണ്. അയാൾ ജീവിക്കുമായിരുന്നു, ചെറുപ്പക്കാരനാണ്. മനസ്സ് തളർന്ന് അയാൾ ഭക്ഷണം കഴിച്ചാലും തടിക്ക് പറ്റാണ്ടായി, ഛർദ്ദിക്കാൻ തുടങ്ങി, നേരെ നിൽക്കാൻ പറ്റുന്ന ഇതൊക്കെ അയാളുടെ മനസ്സിൻ്റെ പ്രശ്നമായിരുന്നു. അങ്ങനെ മരിച്ചതാണ്. ഇത് പറയാനെന്താ കാരണം? ഇത് തന്നെ ഗജേന്ദ്രനും ഈ ജീവിതം കാട്ടിത്തരാൻ എന്നുള്ളത് സംസാരക്കുളത്തിൽ മുങ്ങിക്കാണിട്ടുള്ള നാം ഓരോരുത്തരുമാണെന്നുള്ളത് ഈ നിമിഷം മനസ്സിലായിക്കൊണ്ട് ഇന്നും നമ്മളിവിടെ വളരെ സന്തോഷമായിട്ടും സേഫാണെന്ന് വിചാരിക്കില്ല. നമ്മൾ ഇരിക്കുന്ന ഓരോ കസേരയുടെ അടിയിലും ഭാഗവതം പറയുന്നു, നല്ലോണം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, എന്തോ കടിക്കാൻ പോകുന്നുണ്ട് എന്ന്. ഈ ബോധമില്ലാതെ ഇവിടെ ഇരിക്കാനോ നടക്കാനോ ഒന്നും ചെയ്യാൻ ഭാഗവതം കേട്ടവർക്ക് സാധിക്കില്ല. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ഗജേന്ദ്രൻ്റെ അവസ്ഥ പോലെ ആ സുഹൃത്തിൻ്റെ ഭാര്യ ഈ ഒരു അവസാന നിമിഷത്തിൽ പിന്നെ എന്ന് പറയാൻ കൊള്ളില്ല, അത്ര കഷ്ടമാണ്. അയാളുടെ ജീവിതവും വിട്ടിട്ട് വേറെ ആരുടെ കൂടെ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകണം. ഇയാളുടെ കുറേ സ്വത്തും കുറേ പ്രോപ്പർട്ടിക്ക് ലോണൊക്കെ അവളെടുത്തിട്ട് അവൾ പോയി. മനസ്സിലായി? ഭാഗവതം നമ്മെ കാട്ടിത്തില്ല. ഈ പോലീസുകാരൻ ഒരുപാട് സംസാരിക്കും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട്. അയാൾ പല അനുഭവങ്ങൾ പലതുമുണ്ട്. ആ ഒരു നിർവികാരത നമുക്കിത് ചർച്ച ചെയ്യുമ്പോഴും തന്നെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും ഭഗവാനെ ഒന്ന് ആശ്രയിച്ചു. ഈ ഭാഗവതത്തെ ഒരിക്കലെങ്കിലും എനിക്ക് മാത്രമായിട്ട് വേണം എന്ന് തോന്നട്ടെ, എനിക്ക് മാത്രമായിട്ട് വേണം. അത് ശ്രദ്ധിച്ചോളൂ. ഇനി ഭാര്യയും ഭർത്താവും ഇരിക്കുന്നെങ്കിലും വേണ്ട, അവനവനിവിടെ ഒറ്റപ്പെടൽ തോന്നാതിരിക്കണമെങ്കിൽ അത് തോന്നാതിരിക്കലേ വേണ്ടില്ല. ഒരാളെ കൊണ്ട് അത് മാറ്റിക്കൊടുക്കാനുള്ള ഒരു ശ്രമവും ഇവിടെ വേണ്ട. ഒരാൾ കൊണ്ടത് മാറ്റാൻ ഇതുവരെ സാധിച്ചില്ല എന്നാൽ ഗജേന്ദ്രൻ്റെ കഥ കൊണ്ട് പഠിച്ചോളൂ. സംസാര സാഗരത്തിൽ അത്രയേ വയ്ക്കൂ. അങ്ങനെ ആ ഗജേന്ദ്രൻ്റെ ആ ഭാര്യയായിട്ടുള്ള ആന ഒരു അർദ്ധരാത്രിക്ക് ഉറങ്ങുമ്പോഴേ ആ തുമ്പിക്കൈയിൽ ഇങ്ങനെ തടവിയുണ്ടായിരുന്നു. അതങ്ങ് മെല്ലെ ഇളകി പോകുന്നത് ഉറക്കത്തിലും നല്ല. പക്ഷേ ഗജേന്ദ്രൻ അറിഞ്ഞു, അയാൾ മിണ്ടിയില്ല, ആ ആന അണിയില്ല. പിറ്റേ ദിവസം മുതൽ ആ തുമ്പിക്കൈ മാത്രം മുകളിലേക്കായി. ഗജേന്ദ്രൻ പിന്നെ ഇനി മരിക്കണ്ടാതോ ജീവിക്കൊന്നുമില്ലാണ്ടായി. ആ ഒരു നിർവികാരതയാണ് ഭാഗവത കൂടെ ഈ ഗജേന്ദ്ര മോക്ഷത്തിൽ സൂചിപ്പിക്കുന്നത്. അത് വരാൻ നിങ്ങൾ നിൽക്കേണ്ട സജ്ജനങ്ങളെ എന്നർത്ഥം. നമ്മളോട് എന്തിനാ ഇത് പറഞ്ഞത്? ഇതെല്ലാവർക്കും വരും, ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വരുത്താൻ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കേണ്ട. ആ ഗജേന്ദ്രൻ ആ ഒരു ദുർലഭ നിമിഷത്തിൽ കൊടുക്കാം. ഗജേന്ദ്രൻ താണതാണ് പോകുന്നവരുടെ ഇടയിൽ ഗജേന്ദ്രൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം, തസ്മൈ നമഃ പരേശായ. ഒരു നിമിഷത്തിൽ ആ ഗജേന്ദ്രൻ ഈ ഭയം കൂടി വന്ന് ആരുമില്ല അടുത്ത്, എൻ്റേതായിട്ട് എന്ന് ചിന്തിച്ചത് മുഴുവനും പോയല്ലോ എന്നുള്ള തിരിച്ചറിവെന്ന് കിട്ടി. അന്നൊരു ഇരുട്ട് കയറിയ ഒരു നിമിഷം. ഇതൊക്കെ രാവിലെ പുലർന്നുകൊണ്ട് വരുമ്പോൾ ആ ബോധം വരുന്നത് തന്നെ അദ്ദേഹത്തിന്, ഇന്ന് രാവിലത്തേക്ക് എൻ്റെ കൂടെ ആരുമില്ല, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം എന്ന തോന്നൽ വരുമ്പോഴേക്കും ഒരു ഭയം അങ്ങ് കയറി വന്നു. ആ ബോധം അങ്ങ് പോയതുപോലെ ഒരു നിമിഷം. അടുത്ത നിമിഷം ബോധം വീണ്ടും വരുമ്പോഴേക്കും തസ്മൈ നമഃ പരേശായ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കരിക്കണോ, എനിക്ക് ആരും ഇല്ലാണ്ടില്ല, എനിക്കെൻ്റെ നാഥൻ ഇവിടെ തന്നെ ഉണ്ട്, എൻ്റെ ഈശ്വരൻ ഇവിടെ ഉണ്ട് എന്ന ഭാഗത്തിൽ ആ ഗജേന്ദ്രൻ എന്ന ആന സ്തുതിച്ചു. ഇതാണ് കഥ. ആ ആനയുടെ മനസ്സ് പോലും ഭഗവത് വിചാരം സാധിച്ചിട്ടുണ്ടെങ്കിൽ നിസാരല്ല സജ്ജനങ്ങളെ. ഒരിക്കലെങ്കിലും ബുദ്ധിയുള്ള നമുക്കത് വരുത്താൻ സാധിച്ചില്ലെങ്കിൽ മനുഷ്യജീവിതം നശിപ്പിച്ചവരിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചവരായി മാറും. ഇനി ഇത് അറിയാത്ത കുഴപ്പമില്ലല്ലോ, ഇന്ന് മുതൽ ഇത് കേട്ടില്ല, ഇനി നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടും. നമ്മൾ പറഞ്ഞു ഭാഗവതം ഇവിടെ ഒരാളെ പഠിപ്പിക്കലൊന്നുമില്ല.
അത് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചെടുക്കണം. അതിന് നിങ്ങളുടെ കർമ്മവാസനകളിൽ പെട്ട് നിങ്ങൾ നരകിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് യജ്ഞത്തിൽ വേഗം വേഗം ശീലിക്കൂ എന്ന് പറയാം. അല്ലാതെ കൂടി ഇത് ശീലിക്കാതെ, ഇത് അനുഭവിക്കാതെ, ഭഗവാനെ വിളിക്കാതെ, ഭഗവാനെ ആശ്രയിക്കാതെ ഏതോ ഒരു ജന്മത്തിൽ നമുക്ക് പോകാൻ സാധിക്കില്ല. നമ്മളെ അതുവരെ നമ്മളെ പാകപ്പെടുത്തിയെടുക്കും. ദുഃഖങ്ങൾ കിട്ടുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. ചെറിയൊരു വിഷമം വരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളൂ, എവിടെയോ ഭഗവാൻ ഒരു സൂചന എന്നോട് തരാനുണ്ട് എന്ന് ഉറപ്പിച്ചോളൂ. അതുവരെ ചെയ്ത കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടായിക്കോട്ടെ. എന്ത് ചെയ്യുമ്പോഴാണ് എനിക്കുണ്ടായത്, എന്തായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നിത്യ ജീവിതത്തിൽ സാധിച്ചില്ലെങ്കിൽ ഭാഗവതം പറയണം, ജീവിതത്തിൽ ശരീരബോധം കൊണ്ട്, ദേഹാഭിമാനം കൊണ്ട് നാം ശരീര സംബന്ധിയായിട്ടുള്ളത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിഷ്പ്രയാസം നമ്മെ ഏതോ ഒരു ദിവസത്തിൽ കുത്തൊഴുക്കിലേക്ക് ഇട്ടിട്ട് പോകുന്നു കൂടി മനസ്സിലാക്കിക്കൊള്ളൂ. മറ്റാർക്കും നമ്മെ അങ്ങനെ ഇല്ലാണ്ടാക്കിയിട്ട് പോകാൻ പറ്റില്ല. അടുത്ത നിമിഷം ഗജേന്ദ്രന്റെ ഉള്ളിൽ നിന്ന് സ്തുതിക്കലായി, നമഃ പരേശായ സ്വയം പ്രകാശായ നമസ്കരോമി. സ്വയമേവ പ്രകാശിക്കുന്ന സ്വരാടായ ഹേ ഭഗവാനെ അങ്ങേക്ക്, ദാസായ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. അങ്ങാളതും മാതൃപ്രപന്ന പശുമാസ വിമോക്ഷണായ. ജന്മം കിട്ടിയ ജീവൻ ശരീരം കൊടുത്തിട്ടുണ്ട്. ശരീരം കൊടുത്തു വീണ്ടും 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 മാറ്റി മാറ്റി കൊടുക്കും. ഓരോ മരണം കഴിഞ്ഞ് വരുമ്പോഴും പുതിയൊരു ഷർട്ട് കൊടുക്കും, പുതിയ തന്നെ കൊടുക്കുന്നു. കഴിഞ്ഞൊരു ജന്മം ഇനി വരുന്നില്ല, വീണ്ടും വീണ്ടും മാറ്റം വരുന്നു. പട്ടിയായും പാറ്റയായും പൂച്ചയായും എലിയായും ഇന്നിപ്പോൾ ഇവിടെ കൊണ്ടിരുത്തി. അതിനുള്ള വാക്കാണ് മാതൃപ്രപന്ന. ആശ്രയിക്കുന്നവരുടെ ദുരിതങ്ങൾ തീർത്ത് കർമ്മവാസനകൾ തീർക്കുന്ന ഹേ ഈശ്വര അങ്ങനെ രക്ഷ. ഏത് ജന്മത്തിൽ ഏതേത് കർമ്മങ്ങളെ കൊണ്ട് ഞാനിങ്ങനെ വിട്ടുപോയി എന്നുള്ളത് എനിക്കറിയുന്നില്ല. എന്നെ ഒന്ന് അതിലേക്ക് എത്തിക്കൂ എന്ന് പറയുമ്പോഴേക്കും ഗജേന്ദ്രന് സങ്കടം വന്നു. ഇതിപ്പോൾ എല്ലാ ജീവികൾക്കും ശരീരം വിട്ടു പോകുമ്പോഴുള്ളൊരു ദുഃഖമില്ലാത്ത ഒരു ജീവിയും ഈ ലോകത്തിൽ ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല സജ്ജനങ്ങളെ. ഗജേന്ദ്രനും പറഞ്ഞു, എന്താ പ്രാണസ്യ ദേഹി വിവയദൃശോ പ്രാണസ്യ ദേഹി വിവശോ യദൃശ്ചയ. എൻ്റെ ശരീരത്തിൽ നിന്നും ഏതാനും നിമിഷത്തിനുള്ളിൽ ഈ പ്രാണൻ വിടുന്നു തോന്നുന്നു. എനിക്ക് ആ തോന്നൽ വന്നു, ഇതുവരെ തോന്നിയിട്ട്. അതങ്ങ് തോന്നുമ്പോഴേക്കും വീണ്ടും വീണ്ടും പറയണു, എൻ്റെ ഈശ്വരൻ എന്നെ രക്ഷിക്കോ, അല്ല മൃത്യുപ്രധാവത്കരണം തമീമഹി. മരണം 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 എന്നിങ്ങനെ മനസ്സ് മന്ത്രിച്ചപ്പോഴാ ഗജേന്ദ്രന്റെ ബോധം വീണ്ടും അങ്ങ് പോകാൻ തുടങ്ങി. വീണ്ടും വീണ്ടും ഇങ്ങനെ മറഞ്ഞു ബോധം വരണം. ആ നിമിഷത്തിൽ ഗജേന്ദ്ര സ്തുതിക്കണം, ഏതൊരു ഗുരുവായൂരപ്പനാണോ, ഏതൊരു ബ്രഹ്മമായ ഭഗവാനാണോ സകല ചരാചരത്തിനും സൃഷ്ടിയായും സ്ഥിതിയായും പാലകനായും നിൽക്കുന്നത്, ആ ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ, ആ ബ്രഹ്മമൂർത്തി എൻ്റെ പ്രാർത്ഥന കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധ ലിംഗവിധാഭിമാന നൈദേയതോ വസസുബൃന്നിഹാത്മകത്വാത് തത്രാഖിലാമരയോ ഹരിരാവിരാസിൽ. ഗുരുവായൂരപ്പൻ ശംഖചക്രകഥാപത്മധാരിയായിക്കൊണ്ട് അനന്തന്റെ തൽപ്പത്തിൽ നിന്നും നിമിഷ നേരം കൊണ്ടും ബ്രഹ്മാദി ദേവന്മാർ ആകാശത്ത് വന്ന് നോക്കി. ആ തടാകത്തിലേക്ക് നോക്കുമ്പോഴേക്കോ എന്നെ അല്ലല്ലോ. ബ്രഹ്മദേവൻ പറഞ്ഞു, എൻ്റെ 3 തലയില്ലേ, ഇവന് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും വിളിച്ചുകൂടെ. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ബ്രഹ്മല്ലേ. അങ്ങനെ നമ്മളൊക്കെ വേറെ യൂണിഫോം ഉണ്ട്, എല്ലാം ഉണ്ട്, നമ്മൾ ID എല്ലാം ഉണ്ട്, പേരടക്കം. പേര് വിളിക്കാണ്ട് ഞാൻ പോകില്ല. നിങ്ങളാരെങ്കിലും പോകുമോ? നിങ്ങളിപ്പോൾ രമണിയെ നോക്കിയിട്ട് രാധ എടുത്തി വരുമെന്ന് പറഞ്ഞാൽ വരുമോ? നിങ്ങൾ ആരും പറ്റില്ല. അതിപ്പോൾ എല്ലാവർക്കും ഇല്ലേ വിവിധ ലിംഗ വിധാവിമാണ്. നമ്മൾ അതിനല്ലേ ഈ പലതരത്തിലൊരു വെറൈറ്റി കൊണ്ടിരുന്നത്. അതിന് വേണ്ടിയിട്ടല്ലേ, നമുക്കൊരു വ്യത്യാസം ഞാൻ വേറെതാണെന്ന് തോന്നിപ്പിക്കാനാണ്. ശരിയല്ലേ? പറയൂ. നമുക്ക് നമ്മളെ അറിഞ്ഞിട്ടില്ല. ഇന്നും കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ ഇതൊക്കെ തൊട്ട് വന്നിട്ട് ഇന്നിപ്പോൾ വേറെ സാരി എടുത്ത് നോക്കിയിട്ട് ശരി വേറെ സെറ്റും ഉണ്ട്, അതായിക്കോട്ടെ ഇന്ന് കൃഷ്ണാവനെ അത് എടുത്തേക്ക് എന്താ കുഴപ്പം, അതും പുതിയതല്ലേ? അല്ല. അപ്പോൾ തോന്നി ഇത് ഞാനല്ല, ഒന്നുകൂടി വൃത്തിയാവും ഇത് കൊടുത്താൽ. തോന്നലാണിത്. എന്താണിത്? പറയൂ. തോന്നലാണ്. ഇവിടെ എത്തുമ്പോഴാണ് മറ്റേ ചേച്ചി പറഞ്ഞു, നീ ഇന്നാൾ ആ മേടിച്ച് അത് കൊടുത്താൽ മതിയായിരുന്നു, അതാണ് നല്ലത്.
ഇപ്പൊ തോന്നിയത് തെറ്റിയോ? തോന്നലാണ്. അതിലാണ് ജീവിക്കുന്നതെന്ന് പറയാനാണ്. അതിലല്ല ജീവിക്കുന്നത്. അതിനെല്ലാം അറിവ് നേടിയത്, അതിനെല്ലാം നമ്മൾ കഷ്ടപ്പെടുന്നത്, അതിനു വേണ്ടി സമ്പാദിക്കേണ്ട. ഈ തോന്നലിൽ ജീവിക്കാൻ നമുക്ക് ഇത്രയൊക്കെ പഠിക്കണോ? കഞ്ഞിയും ഉച്ചക്കഞ്ഞിയും അവിടെയെല്ലാം നിർത്തിയാൽ പോലെ പരിപാടി. വേറെ പൈസ കൊടുത്ത കോഴ്സിലേക്കൊന്നും പോകാണ്ട് ഉച്ചക്കഞ്ഞി കിട്ടുന്നിടത്തോളം കഴിക്കാം. സ്കൂൾ പഠനം നിർത്തുക. ഇപ്പം അതിനെപ്പറ്റി എന്ത് വിവരം ഉണ്ടായിട്ടുള്ളത്? തോന്നലുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റുമോ? ഒരു ഉറപ്പില്ലല്ലോ നമുക്ക്. നിസാര കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ, ജീവിതത്തിലും ഇല്ല. പറയുമ്പോൾ തോന്നും ഞാനത് ഉറപ്പാണ് നേടും. അത് പറയുമ്പോൾ തന്നെ അറിയാൻ നേടില്ല. അംബാനി എന്ന് പറഞ്ഞാൽ അത് പറ്റുന്നില്ല. കഴിഞ്ഞ ആഴ്ച എന്തോ ഇല്ല നഷ്ടം വന്നു എന്നാണ് കേട്ടത്. അയാൾ നന്നായി ബിസിനസ് ചെയ്തിട്ടല്ലേ നമ്മളൊക്കെ അറിഞ്ഞത്? അങ്ങനെയല്ലേ? അയാൾക്ക് ഇനി ചെയ്യാൻ പറ്റാത്ത എന്ത് ബിസിനസ്സായിരിക്കും ഉണ്ടാവുക? പിന്നെ എന്തേലും നഷ്ടം വന്നേ? അപ്പം ഇതെല്ലാവരുടെ കഥയിലും നിങ്ങൾ ചോദിച്ചോളൂ. അവരവൻ്റെ ചെറിയ കാര്യം മുതൽ ഈ തോന്നലുകൾ നമ്മളെ പഴിപ്പിക്കും. അത് ബുദ്ധി കൊണ്ടൊന്നല്ല തോന്നുന്നേ. ശ്രദ്ധിക്കുന്നില്ലേ? പഠിപ്പൊന്നും അതിനൊരു കാരണമൊന്നുമില്ല. തിരിച്ചറിവില്ലായ്മ ഉണ്ടാകുന്നത് ധർമ്മബോധം നഷ്ടവനാണ്. അത് എത്ര ക്വാളിഫൈഡ് ആണെങ്കിലും അത് അംഗീകരിക്കാതോ അത് അറ്റൻഡ് ചെയ്യാതെ ഇവിടെ ലൈഫിൽ ഒരിക്കലും ജയിക്കില്ല. ഒരു സംശയമില്ല. ഏത് ശാസ്ത്രം നിങ്ങൾ പഠിച്ചോളൂ, മനസ്സിനെ നേരെയാക്കാനുള്ള ഒരു ശാസ്ത്രവും ഉണ്ടോ? പറയൂ. കാഞ്ഞങ്ങാട് മറ്റൊരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം. എന്താ പുസ്തകത്തിൻ്റെ പേര്? പറയൂ. മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള വഴി അറിയോ? അതിൽ നോക്കി പഠിക്കുക. പക്ഷെ കഷ്ടം, ആ പ്രിന്റ് ചെയ്ത് എഴുതിയുണ്ടാക്കിയ ആ ഗ്രന്ഥകാരൻ ആത്മഹത്യ ചെയ്ത് അയാൾ കടം കയറി പെൻഷനായി അയാൾ അവസാനം തൃക്കണ്ണാട് പുഴയിലേക്ക് ആശ്രയം പ്രാപിച്ചു. അയാൾ എല്ലാവരോടും എന്താ പറഞ്ഞത്? ഏത് അവസരം വരെയും നിങ്ങൾ പോയാലും മരണത്തെ നിങ്ങൾ കുറിക്കരുത്. അതാണ് അദ്ദേഹത്തിൻ്റെ. അതിനല്ലേ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. അവസാനം തളർന്നു പോവാണ്. മനസ്സ് സ്റ്റേബിൾ ആണെങ്കിൽ ഇപ്പം ആരെങ്കിലും ആവശ്യമുണ്ട്. എത്ര പഠിക്കുമ്പോഴും നമ്മൾ തളർന്നു വീണ് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഇനി മരിച്ചേക്കാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്താ? തിരിച്ചറിവ് കുറവാണ്. ഇവരൊക്കെ വലിയ പഠിപ്പുള്ള ചെറുപ്പക്കാരാണ്. MSc കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ 10ാം ക്ലാസ്സും 410 മാർക്കും പറ്റിയ കിട്ടുമോ? ഒന്നും പറ്റില്ല. നല്ലോണം രാപകലില്ലാണ്ട് കഷ്ടപ്പെടണം. ഇത് പഠിച്ചിട്ട് ഇപ്പോൾ ഇവളെന്താ തിരിച്ചറിഞ്ഞത്? ഇനി ആ ഒരു വിഷയം 2 മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വെയിറ്റ് ചെയ്താൽ അത് നേടാം എന്നുള്ളതല്ല, ഞാൻ ഇതോടെ തോന്നുന്നു. അപ്പോൾ പഠിച്ചതും വേണ്ട പോലെയല്ല. അറിവുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഭാഗവതം പറയുന്നു, തിരിച്ചറിവില്ലാതെ ജീവിച്ച കുഴപ്പമില്ലാതെ മനുഷ്യജന്മത്തിൽ ഒരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ഈ തിരിച്ചറിവ് ആദ്യം ചെയ്യേണ്ടതാണ്. പറയും നിങ്ങൾ, നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടായി പറയുന്നത്, മനുഷ്യന് നന്നാവാൻ സാധിച്ചാൽ ഈശ്വരന് മുകളിലേക്കും മനുഷ്യനെ ഉയരാൻ സാധിക്കും. ഇവിടെ ഭഗവാൻ പോലും തടസ്സാവില്ല. ഭഗവാൻ മുകളിലോട്ട് കയറ്റി വിടും. താഴുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര താഴാം? പറയൂ. പാതാളം വരും. പാതാളത്തിൽ കുഴിയെടുത്തിരിക്കുന്ന ആൾക്കാർ പാതാളത്തിൽ പോയാൽ ഒന്നുകൂടി ഒരു അടിയും കൂടി താഴോട്ട് വെച്ചിട്ട് ഞാൻ അത്ര തറയാണെന്നാണ്. ഭാഗവതം പറയണു, ഇതിനില്ല, രണ്ടും നമുക്കൊരു പരിധി വിട്ടാൽ നമ്മളുടെ കയ്യിലല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നന്നാകുമ്പോൾ നമ്മൾ ഇത് വേണ്ട, അഹങ്കരിക്കേണ്ട എന്നുള്ള വാക്ക് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈശ്വരനെ മറക്കണ്ട എന്ന് മാത്രം പഠിച്ചാൽ മതി. അഹങ്കാരം എന്നുള്ള വാക്കൊന്നും നമ്മൾ പഠിക്കേണ്ട ഇവിടെ. മറ്റുള്ളവർക്ക് അഹങ്കാരം ഉണ്ടോ എന്ന് നോക്കാനും അവനവന് അഹങ്കാരം ഉണ്ടോ എന്ന് നോക്കാനും അല്ല ഈ വാക്ക് നമ്മൾ പഠിച്ചത്. നമുക്ക് ഈ കാര്യം എന്തായാലും കൊണ്ട് ഗുണാലോചിച്ചു. നിങ്ങൾക്കത് ഇഷ്ടമാണ് ആർക്കും ഉണ്ടായാലും? നിങ്ങൾക്ക് ആരെങ്കിലും സ്നേഹിക്കാൻ പറ്റും? ഈ അഹംഭാവമാണ്, ഞാനെന്ന തോന്നലാണ്, ഈശ്വരനല്ല, എൻ്റെ കേമത്താണ്. ഈ കാണുന്ന 6 അടി കാണുന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇതാണ് തെറ്റിദ്ധാരണ. ഇതാണ് തിരിച്ചറിവ് വരേണ്ടത്. എന്ത് നിങ്ങൾ അനുമാനിച്ച് അനുഭവിച്ചോളൂ, ആരോടും പറയണ്ട. മനസ്സിലിത് തോന്നട്ടെ, മനസ്സിലിത് തോന്നണം. ഭഗവാനില്ലാതെ എനിക്കിതൊന്നും സാധിക്കില്ല, ഈശ്വരനില്ലാതെ എനിക്കിതൊന്നും. യത്കിഞ്ചിൽ പൗരുഷം മേനെ, എന്തെങ്കിലും ഒരു തരി എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നോക്കിയത് എനിക്ക് കണ്ടു എന്ന് തോന്നണമെങ്കിൽ ആര് വേണം? എന്നെ വിളിച്ചിട്ട് എനിക്ക് കേട്ടു എന്ന് തോന്നിയെങ്കിൽ ആര് വേണം? ഭഗവാൻ ശ്രദ്ധ വിടുമ്പം പറയുന്നില്ലേ, പണ്ടത്തെ പോലെ കേൾക്കുന്നില്ല ഇല്ലേ?
ഒരു കേൾക്കലിന് ഒരു ലിമിറ്റ് വെക്കാത്തവർക്ക് അത് പറ്റിയത്. കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ നോക്കുമ്പോഴും ഭഗവാനില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. നമ്മുടെ ഇടയിൽ തന്നെ എത്രയോ പേര് കണ്ണൊക്കെ ഉണ്ടെന്ന കസല് കണ്ണാണ്. കൃഷ്ണമണിയുടെ കറപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൊതിയാവും, പക്ഷെ കാഴ്ചയില്ല. എന്തില്ല, എന്തു ചെയ്താലും കിട്ടില്ല. ഇപ്പൊ നമ്മൾ അധികം കാണുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടാത്തവരുണ്ടാകുമ്പോൾ പറയാറില്ലേ, ഭക്ഷണം വേസ്റ്റ് ആക്കരുത് പറയും. അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും പറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മെ നശിപ്പിക്കാൻ വിഷമില്ല, നമുക്ക് നമ്മെ നശിപ്പിക്കാൻ വിഷമില്ലാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നതുകൊണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ തന്നെ ആവാൻ പോവാം. ഭാഗവതം പറയുന്നു, ഭഗവത് വിചാരമില്ലാതെ വളർന്നത് കൊണ്ട് ഗജേന്ദ്രൻ ഇന്ന് ഈ ഒരു ആപത്തിൽ സ്വന്തം നിലയിൽ ഇവനൊക്കെ എല്ലാവരെയും ആശ്രയിച്ച് നോക്കി രക്ഷപ്പെടാൻ. ആ വീഴുമ്പോഴോ തട്ടിയപ്പോഴോ ഒന്നും ഇവന് ഗുരുവായൂരപ്പനെ ഓർമ്മയൊന്നുമില്ല. നമ്മളും ഇന്ന് അങ്ങനെയല്ലേ ചെയ്യാം. പലയിടത്തും പോയി ചികിത്സിച്ചു, പലയിടത്തും പോയിട്ട് പറ്റുന്നില്ല. അമേരിക്കയിലെ ഡോക്ടറാണ് പറഞ്ഞത്, ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് ഒരു 4 ദിവസം ഭജന ഇരുന്നോളൂ. എത്രയോ ആളിത് പറഞ്ഞത്. അങ്ങനെ ഭജന ഇരുന്നിട്ട് മാറിയിട്ടുള്ള ഒരു വ്യവസായി നമ്മുടെ സുഹൃത്തുമാണ് അദ്ദേഹം. അവിടെ ദുബായിലൊരു ഗുരുവായൂരമ്പലത്തിലൊരു CF ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ അടുത്ത ഏട്ടനാണ്. അദ്ദേഹം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരാളെ പരിചയപ്പെടുത്തി തന്നിട്ട് ഒന്നുമില്ല. ശ്രീനാഥ അയാളെ പരിചയപ്പെടണം എന്ന് എനിക്കൊരാഗ്രഹം, അതിനെ പരിചയപ്പെടുത്തി. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് എല്ലാ മാസവും 1-ാം തീയതിക്ക് ഗുരുവായൂർ വന്ന് പോകും. അയാൾ ചാലക്കുടിയിൽ വീടാണ്, അങ്ങോട്ടൊന്നും പോവില്ല. എയർപോർട്ടിൽ ഇറങ്ങും, നേരെ ഗുരുവായൂരെത്തും, അവിടെ തൊഴും. എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ വിശേഷാൽ പൂജ. അന്ന് ഗുരുവായൂരപ്പനെ നേദിച്ചത് കഴിക്കും. സന്ധ്യയ്ക്ക് ദീപാല കഴിഞ്ഞ് അത്താഴ പൂജ കഴിഞ്ഞ് 2-3 മണി വെളുപ്പിന് നട അടച്ചു കഴിഞ്ഞ് കൃഷ്ണനാട്ടം കഴിഞ്ഞാൽ നട തുറന്ന് കണ്ടോളണം അദ്ദേഹം നേരെ അമേരിക്ക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇതുപോലെ സകല തരത്തിലും പോയി അദ്ദേഹം ചികിത്സിച്ചിട്ടും മാറാനായിട്ട് വിശ്വാസമില്ലാതെ വിശ്വാസത്തോടു കൂടി പറഞ്ഞത് കേട്ട്, പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യർ പറഞ്ഞത് കേട്ട് കേരളത്തിലേക്ക് വന്ന് ആശ്രയിച്ചതാണ്. അദ്ദേഹം കർണാടകക്കാരനാണ്, മൂടപത്രിക്കാരൻ. ഇതൊക്കെ എങ്ങനെ സാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ആ ഉറപ്പാണ് നമുക്ക് വരേണ്ടത്. നമുക്ക് ഇന്നും അത് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഊണ് കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ അതിൻ്റെ ഇടയിലുണ്ടെന്ന് നിങ്ങൾ നോക്കൂ നിങ്ങൾ പിന്നെ നോക്കിയത് ഈ തിരക്കിലിപ്പോൾ എന്നെ തന്നെ എൻ്റെ തിരുമിനി ഈ തിരക്കിൽ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഭഗവാൻ നമ്മൾ അത്ര പോലെ അല്ലതല്ല. നമുക്കിത് കേൾക്കുമ്പോഴിതൊക്കെ കേൾക്കാൻ സുഖം. അവിടെയാ പോയത്. ഈ ഒരു ബോധം ക്രിയേറ്റ് ചെയ്യുന്നു, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഗജേന്ദ്രൻ അത് പ്രാർത്ഥിച്ച് ആ നിമിഷത്തിൽ ഗജേന്ദ്രനെ ഉറപ്പിക്കാൻ സാധിച്ചു. അഹം ബ്രഹ്മപരം ധാമ. ദുഃഖങ്ങൾ അനുഭവിച്ച് ആരും രക്ഷിക്കാനില്ല എന്ന് മനസ്സിലായി മടുത്ത് നശിച്ചപ്പോൾ ഗജേന്ദ്രന് തന്നെത്താൻ തോന്നിയതാണോ? അങ്ങനെ നമുക്ക് പറയാം. കാരണം എന്താ, ഇപ്പോഴേ തോന്നിയില്ലെങ്കിൽ നമ്മൾക്കും ഇതുപോലെ നരകിച്ച് കഴിയുമ്പോൾ എന്ത് തോന്നും അറിയൂ? ഭഗവാനേ ഇല്ലു എന്ന് തോന്നും. അതിന് മുന്നേ എന്ത് മനസ്സിലാക്കിക്കോളൂ, ഈശ്വരനല്ലാതെ ഇന്ന് നാം ഉറപ്പിച്ചിട്ടുള്ള ഓരോ ഉറപ്പിലും നിങ്ങൾ വിശ്വസിക്കേണ്ട. ആത്യന്തികമായിട്ട് ഞാൻ ഈശ്വരൻ്റെ മാർഗത്തിൽ എന്ന് ഉറപ്പിച്ചോളൂ. എൻ്റെ മനസ്സ് ഭഗവാന് വേണ്ടി ഇന്ന് ഉറപ്പിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ഗജേന്ദ്രൻ്റെ മുന്നിലേക്ക് അടുത്ത നിമിഷം തന്നെ ബ്രഹ്മാദി ദേവന്മാർ അനുഗ്രഹിക്കാത്തപ്പോൾ ഭഗവാൻ ഇതാണ് ആ ഗരുഡാരുടനായി. ഗരുഡൻ്റെ വേഗത എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ വേഗതയാണ്. അത് പോരാന്ന് തോന്നി ഭഗവാൻ. നമുക്ക് ഇരുന്നിരിപ്പിൽ അമേരിക്കയിൽ വേണമെങ്കിൽ പോയിട്ട് വരാം, അതുപോലെ പോയിട്ടും മതിയായില്ല. അത്രയും ഭക്തനോടുള്ള താല്പര്യം എൻ്റെ ഗജേന്ദ്രൻ ഇല്ലാണ്ടാവില്ല. താഴെ എത്തുമ്പോൾ തന്നെ ആ ചക്രായുധം കൊണ്ട് കാലിൽ പിടിച്ചതായ മുതലേ ധനിച്ചു ആ ഗജേന്ദ്രനെ വിടുവിച്ചു. ആ ദുഃഖത്തിൽ ഈ താമര പോയി കഴിഞ്ഞിങ്ങനെ കൈ ഇങ്ങനെ ചുഴറ്റിയിട്ട് എത്രയോ താമരകൾ ഇങ്ങനെ തടഞ്ഞപ്പോൾ അതൊക്കെ ആ പ്രാണഭയം കൊണ്ട് മുറുകെ പിടിച്ചു. ഭഗവാൻ വരുന്നുണ്ട്. എൻ്റെ നാദം വരുന്നുണ്ടല്ലോ എന്ന് ഏതൊരു മണത്തിലൂടെ ഞാൻ ഈ മണം ശ്വസിച്ച് ഈ തടാകത്തിൽ വിടുപോയിട്ടുണ്ടോ? ആരും എന്നെ പ്രേരിപ്പിച്ചിട്ടോ? ഈ മണം പിടിക്കാൻ അവനാരെങ്കിലും പറഞ്ഞു? ഏറ്റവും കൂടുതൽ ആസനിക്കാൻ പറ്റുന്നുള്ള ഗുണം ഗുരുവായൂരപ്പ നീ തന്നിട്ട് ഞാൻ ഈ സംസാരത്തിൽ പോയി വീഴാനാണല്ലോ എൻ്റെ ജീവിതത്തിൽ ആ മണത്തിനെ കൊണ്ടുള്ള ഗുണം ഉണ്ടായത്. ഇതിൽ വീണ് താഴുമ്പോഴും
ഗുരുവായൂരപ്പനെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ആ സംസാരത്തിൽ ജീവിക്കുമ്പോഴും ഗുരുവായൂരപ്പ ഇതിനുള്ളിൽ ഇരിക്കുമ്പോഴും ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പേടിക്കണോ, കണ്ണാ എന്നെ കാക്കണേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭാഗവതം പറയുന്നു അവസാനം ഒരു ഗന്ധം നിങ്ങളുടെ തുമ്പിക്കൈയിലൂടെ വരാൻ തുടങ്ങി. ആ കർപ്പൂരത്തിൻ്റെയും തുളസിമാലയുടെയും മനമാലയുടെയും കരിചന്ദനത്തിൻ്റെയും പട്ടുവസ്ത്രത്തിൻ്റെയും ആ ശീതളിമയോട് കൂടിയിട്ടുള്ള ആ സൗന്ദര്യോഭി മധുരം, മാധുര്യത്തിലും മധുരമായ ഒരു മണം, ഇങ്ങനെ ആസ്വാദപൂർവമായ മണം ഗജേന്ദ്രന് മൂക്കിലെ കല്ലേടികളെ. ഗജേന്ദ്രന് എന്തെന്നില്ലാത്തൊരാനന്ദം ഇനി ഞാൻ ജീവിക്കാനൊന്നും പോകുന്നില്ല. വെള്ളത്തിൻ്റെ അടിയിൽ തുമ്പിക്കൈയും അത്രേ തലവാകെ കാണുന്നുള്ളൂ. പക്ഷെ ആ ജീവൻ മരണ സമയത്ത് ഭയം ആകാമെന്നുള്ളൊരു അനുഭവം ഗജേന്ദ്രന് കിട്ടി. അപ്പോൾ തന്നെ ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരുനാഥനായ ഭഗവാനെ അങ്ങേക്ക് ഞാൻ നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗജേന്ദ്രൻ ആ സന്തോഷത്തിൽ ഇതാ എൻ്റെ നാഥൻ മുന്നിലുണ്ട് എന്ന ഭാവം നോക്കുമ്പോഴേക്കും ആ ഭഗവാൻ ഇതാ ഗരുഡൻ്റെ പുറത്തുനിന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഗുരുവായൂരപ്പനോടെ കാല് വെക്കുമ്പോഴേക്കും ഒരു 100,000 താമരപുഷ്പങ്ങൾ അവിടെ വിടർത്തിയിട്ടുകൊണ്ട് അതിലേക്ക് തന്നെ ആ ഏതൊരു ബ്രഹ്മകമലമാണോ തൻ്റെ പൊക്കിൾ കൊടിയില്ലെങ്കിൽ ഈ ഗജേന്ദ്രൻ തൻ്റെ ഭക്തി കൊണ്ട് കയ്യിൽ പിടിച്ച പുഷ്പങ്ങളൊക്കെ കൂടി വലിയൊരു താമരപുഷ്പമാക്കി മാറ്റി അതിലേക്ക് വന്നിരുന്ന ഭഗവാൻ വളരെ സന്തോഷം. നീ എന്നെ ഓർത്തില്ലേ ഗജേന്ദ്ര എന്ന ഭാവത്ത് ഗജേന്ദ്രൻ അവിടുന്ന് സകല ശക്തിയും എടുത്തൊന്ന് പടഞ്ഞ് മുകളിലോട്ട് ചാടിയപ്പോൾ കരയിലേക്ക് വീണു. അവിടെ തന്നെ പടഞ്ഞ് ജീവൻ രചിച്ചു. അതിൽ നിന്ന് ഒരു ദിവ്യ തേജസ് വന്നൊരു രാജാവായി മാറി പെട്ടെന്ന് കാലിൽ പിടിച്ച മുതലിത 2 കഷ്ണമായിട്ട് അതിൽ നിന്നും ആ വെള്ളത്തിൽ നിന്നൊരു ഗന്ധർവനെയും കണ്ടു. ഇവരെ രണ്ടുപേരുടെയും പൂർവജന്മ വൃത്താന്തം എന്നുള്ളത് ഗജേന്ദ്രൻ നിമിഷനേരം കൊണ്ട് ആ രാജാവിൻ്റെ രൂപവും മാറിയിട്ട് ആ ആന അരയിട്ട് മാറിയപ്പോൾ ആ ആനയുടെ കൈകളിൽ ശംഖുചക്ര കഥാപത്മങ്ങളൊക്കെ വന്ന് സാക്ഷാൽ നാരായണനായിട്ട് മാറി. അവിടെ കണ്ടുനിന്ന ആ ഗന്ധർവൻ നോക്കുമ്പോഴേക്ക് അദ്ദേഹം ഹൂഹു എന്നുള്ള ഗന്ധർവനാണ്. അദ്ദേഹത്തിന് മോക്ഷം കൊടുത്തു. ഇതാണ് ഗജേന്ദ്രമോക്ഷം. ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ ജന്മം കിട്ടി മനുഷ്യരായി ഈ ബോധത്തോടു കൂടി നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ സജ്ജനങ്ങളെ ഒരിക്കലും ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ ഇവിടെ പറ്റില്ല എന്നാണ് ഈ കഥ കേൾക്കുമ്പോൾ അവസാനം പറയുക. ആദ്യത്തെ ഇത്ര നേരം പറഞ്ഞ് വേണം എന്നുള്ള തോന്നലുണ്ടാവണമെന്നല്ലേ. ഇനി നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിലും സംസാരസാഗരത്തിൽ ഇന്നിവിടെ ഈ സമയത്ത് നമ്മൾ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇന്നാള് എന്നുള്ള തോന്നൽ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂരപ്പൻ നിങ്ങളെ ഇങ്ങനെ മുന്നിൽ നിന്നിട്ടേ പോകുള്ളൂ. അത് സന്തോഷത്തോടു കൂടി ഇങ്ങനെയുള്ള അനുഭവത്തിൽ ഇതുപോലെ സന്തോഷത്തിൽ വീട്ടിലിരിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടണം വേണ്ടേ? ഏതോ യാത്രയുടെ പകുതി വെച്ചിട്ട് ആരുമില്ലാത്ത നേരത്ത് ഒറ്റയ്ക്ക് പെട്ടിരിക്കുമ്പോൾ വീഴുന്നതിനെ ഒരിക്കലും നമുക്ക് ഭഗവത് അനുഗ്രഹം എന്ന് നിങ്ങൾ പറയണ്ട. ഭഗവാൻ നിങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഭഗവാൻ അവിടെ കൊണ്ടിട്ടിട്ടെങ്കിലും നിങ്ങളെ കണക്ക് തീർക്കണമെന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിക്കുന്നില്ലേ? ആർക്ക് നമ്മെ വേണം? അറിയും നിങ്ങൾ ഭഗവാനെ വേണം. നമുക്കിപ്പോഴും ഭഗവാനെ തിരിച്ചറിഞ്ഞു പോകാൻ സാധിക്കുന്നില്ല. അടുത്തു നിൽക്കുമൊരനുജനെ നോക്കാൻ അക്ഷികളില്ലാതോ അരൂപനീശ്വരനടുത്തു കാണാൻ അതിലെന്താശ്ചര്യം. കടായപ്പൻ അതിനകത്തിരിക്കുമ്പോഴും അതിനകത്ത് പോയാലും ചിലപ്പോൾ കാണുന്നില്ല അല്ലേ? ചിലപ്പോൾ അങ്ങനെ തന്നെയായി പോകുന്നില്ലേ? ഒന്നും കാണില്ല. കുറേ നേരം ഇവിടെ കണ്ടൊക്കെ കൈയൊക്കെ വെച്ചിട്ട് എല്ലാം വിട്ടൊഴിഞ്ഞ് അവിടെ നോക്കിയാൽ ചിലപ്പോൾ ഒന്ന് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കിട്ടും, കൃത്യമായിട്ട് മുഖം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലുള്ള ഈശ്വരനെ ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ. എളുപ്പത്തിൽ കിട്ടുന്നതിനെ ശീലിച്ചു പോയി നമ്മൾ. നാമം ജപിക്കാനൊക്കെ ഒരാൾ തിരുമേനിനെ വിളിച്ച് ജപിക്കുമെങ്കിൽ 101 കൊടുത്താലും സാധിക്കാം ഇല്ലേ? ആർക്ക് പറ്റണോ? ഭാഗവതം പറയണു മന്താഹ സുമന്തമതയാഹ. നിങ്ങൾ ഭൗതികതയിൽ ഇങ്ങനെ മുഴുകല്ലേ? മനസ്സ് തളരുന്നത് അറിയുന്നില്ലല്ലോ. ഭൗതികതയുടെ ആലസ്യം മുഴുവനും മനസ്സിന് വന്നു ചേരണു. ഈ അനുഭവിച്ചതിൻ്റെ ഒക്കെ ഒരു ഫീഡ്ബാക്കുകൾ അപ്പപ്പോൾ കഴിഞ്ഞില്ലേ? കഴിച്ച സുഖം അടുത്ത നിമിഷം കഴിഞ്ഞു. ഈ തൊണ്ടയുടെ ഈ ഭാഗത്ത് നാവിത്രശയുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു ടെക്നിക്ക് ഇല്ല എന്നാണ്. രുചി അറിയാൻ പറ്റില്ല എന്ന് അത്ര പറയാം. ഞാനോ അറിയില്ല, പഠിച്ചാൽ മനസ്സിലാവും.
എന്നാലും നമ്മുടെ ആ ഒരു ആസക്തി ഭക്ഷണത്തോട് ഇനിയിപ്പോൾ ഇന്ന് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഇപ്പം വിശപ്പായി. കഴിക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഇതൊന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ. എപ്പോഴത്തേക്കാ നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാരൊക്കെയും വിട്ടുപിരിയുമോരാ ദുഃഖവേളയിൽ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ. ചില യാത്രകൾക്ക് ചില കാര്യമേ കരുതുള്ളൂ. പറയൂ, നിങ്ങൾ കടലായി ഈ പുതിയ തെരുവ് പോയിട്ട് വരാൻ എന്തൊക്കെ എടുക്കണം? മൊബൈലും ബാഗും എടുത്താൽ പോരെ? പറയൂ, മതി. ഗുരുവായൂർ പോകണമെങ്കിൽ എന്തൊക്കെ എടുക്കേണ്ടി വരും? അത് നമ്മളെ അതെടുക്കുന്നുണ്ട്. അതില്ലേ 2 ബാഗ് പറ്റും കൂടി കൊണ്ടുപോകണം. ഇല്ലേ ഗുരുവായൂർ പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്ത് പോകുമ്പോൾ ഈ കരുതൽ കൂടിയില്ലേ? പറയൂ, നിങ്ങൾ ഈ ശൂന്യാകാശത്ത് നിന്ന് ചാടുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീഡിയോയിലൊക്കെ ഒരു 10 കൊല്ലമായിട്ട് ഇതൊക്കെ നമുക്ക് കാണാം. മറ്റേ ഒരു ഫിലിമിൻ്റെ പോലെ കാണാം. ഇപ്പോൾ അതൊക്കെ ഇന്ന് ശാസ്ത്രം വളരെ പുരോഗമിച്ചു. ഇന്നലെ എങ്ങാണ്ട് ഒരു സ്കൈ റൈഡറെ സൂര്യൻ്റെ മുന്നിലെത്തിയപ്പോൾ കൃത്യമായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപൂർവ ക്യാമറ ഭാരതത്തിൽ അങ്ങനെ ഒരു ഫോട്ടോ വരെ എത്തിയിട്ടുണ്ട്. ഇന്ന് ശാസ്ത്രം അത്ര ഡെവലപ്പായി. നമ്മൾ നിങ്ങളോട് പറയാൻ കാരണം ഈ യാത്രയ്ക്ക് ഇവർ കൂടുതൽ കരുതുന്ന എന്താ അറിയാം? അവിടുന്ന് ചാടുമ്പോൾ പറയും, എന്താ ചാടുക? ഈ പുറത്തുള്ള ആ കുടവുകളുള്ള സമയത്തുണ്ട്. ബാക്കി മൊബൈൽ ഫോണും വീട്ടിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഭക്ഷണമുണ്ടോ, ഡാറ്റ വേണം, അതൊന്നും വേണ്ട. ആകെ എന്തേ വേണ്ടു? അത്രയേ വേണം. ജീവിതയാത്രയിൽ ഇവിടെ ആശ്രയിക്കേണ്ടത് ഈശ്വരൻ. ബാക്കിയൊന്നും നിങ്ങളോട് പറയുന്നില്ല. ഇനി എന്തൊക്കെ ആശ്രയം തിരിച്ചു കൊണ്ടുവന്നുണ്ടെങ്കിലും അതൊന്നും എത്തുമെന്ന് വിചാരിക്കേണ്ട. ഇവന് ഈ പേരച്ചൂട്ടിടാതെ വന്നിട്ടുണ്ട്. അത് ഇട്ടാലും പോരാ, അത് കൃത്യത്തിന് ഓണമാക്കണം. വേണ്ടേ? പറയൂ, വേണോ വേണ്ടയോ? അപ്പോൾ നാമം കേട്ടിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ജപിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതെവിടെയോ അതിൻ്റെ ഒരു ടോപ്പ് എൻഡിൽ വർക്ക് ചെയ്യാനുണ്ട്. ശ്രദ്ധിക്കുന്നില്ലേ? അതിൽ പേരെ എങ്ങനെയാ പറയാം? അത് വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്യാനുണ്ട്. അതാണ് നാമം. പണ്ട് നാരദർ ചോദിച്ചു, കൃഷ്ണ ആരാണ് പരമഭക്തൻ? നിന്നെ ഏറ്റവും നിന്റെ ഭക്തനായിട്ട്. നാരദർ ഒന്ന് അടിമുടി നോക്കി, തിരക്കേടില്ലല്ലോ. ചായ കുടിച്ച് കഴിയുമ്പോഴൊരു സൊറ പറയൽ പതിവാണ് രണ്ടുപേരും. അപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, നാരദർ ഇവിടെ ഇരിക്കുന്നിട്ട് അയാൾ എന്നോട് ഇരിക്കുകയാണ് ആരാ പരമഭക്തൻ. അതന്നെ എന്നെ ആക്കാനുള്ളൊരു ചോദ്യം. നാരദീൻ്റെ ഹോൾസെയിൽ ഡീലറാണ്. എൻ്റെ മന്ത്രി എന്നെ ക്യാബിനറ്റ് തന്നെ ഒറ്റക്കാണ് ഇയാൾ ഭരിക്കുന്നത്. നാരദരാണ് ഭക്തിയുടെ ആത്യന്തിക സ്വരൂപത്തെ അനുഭവിക്കുന്ന ആളാണ് നാരദൻ. അതുകൊണ്ട് അദ്ദേഹം പ്രേമസ്വരൂപമാണ്. പ്രേമം സാധു അസ്മിൻ പ്രേമ. നമ്മളും നമ്മുടെ ഹൃദയവും ഭഗവാനുമായിട്ടുള്ള ആത്യന്തിക ചേരലാണ് പ്രേമം. ശ്രദ്ധിക്കുന്നില്ല? അത് തിരിച്ചറിയണമെങ്കിൽ അത് അനുഭവിക്കാത്ത ആൾക്ക് പറ്റില്ല. അതാരും വർണ്ണിച്ചിട്ടില്ല. നാരദർ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാ ഇപ്പോൾ കാട്ടിത്തരാം. നാരദർക്ക് ഈയിടെയായിട്ട് ലേശം ഒരടക്കം കൂടുണ്ട്. നാരദരോട് പറഞ്ഞു, ഏറ്റവും പരമഭക്തൻ ദൂരെ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനാണ്. അത് കേട്ടപ്പോൾ നാരദർക്ക് ഈഗോ കത്തിയില്ലേ? എന്തായാലും തമാശയാണെന്ന് വിചാരിച്ചു. എല്ലാം പറഞ്ഞു, എന്നാൽ നമുക്ക് പോയിക്കൂടെ? ഇപ്പോൾ സദ്യ കൂക്കയിക്കാനാകുമ്പോൾ വന്നാൽ പോലെ ചോദിച്ചു. എന്നാൽ പോവാം. ഭഗവാനും നാരദനും കൂടി പോയി. രണ്ടുപേരും ദൂരെ ഇങ്ങനെ അയാൾ കാണാതെ ദൃശ്യരായിട്ട് ആ ജോലിക്കാരൻ വയലിൽ നിന്ന് വരുന്നതും കാത്തിരിക്കുകയാണ്. ഒരു സാധു ഒരു കർഷകൻ ഒരു ഒരു പഴയ ഒരു കാളയും അതിനെ ഇന്ന് കുത്താൻ നടക്കടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒപ്പിക്കടാന്നൊക്കെ. പാവമായി രണ്ടാളും നല്ലോണം അധ്വാനിക്കേണ്ട. എളുപ്പം കാലത്ത് പോയതാണ്. അദ്ദേഹം ഈ കലപ്പയൊക്കെ പൂട്ടിക്കെട്ടിയിട്ട് ആ പശുവിനൊക്കെ അഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നാരദ ആലോചിക്കുകയാണ്, ഇവന് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാനുള്ള അധ്വാനത്തിനിടയിൽ ഇവനാണോ മക്കൾ? ഇനി വീട്ടിൽ അമ്മയോ മറ്റായിരിക്കും എന്ന് വിചാരിച്ചു. അയാളുടെ കൂടെ വീട്ടിലേക്ക് പോയി അയാൾ കലപ്പയോടെ അഴിച്ചു വെച്ചു. പശുവിനെ ആദ്യം പുല്ല് നിന്നാണ് അതിനെ കുളിപ്പിക്കലും തടവലൊക്കെ കഴിഞ്ഞു. അതിനെ മര്യാദക്ക് കെട്ടി. എന്നിട്ട് ഭാര്യ കൊണ്ടുവന്ന കാപ്പിയും കുടിച്ചു. ആ കലപ്പ അവിടെ ഊരി വെക്കുമ്പോൾ നാരായണ ഒറ്റൊരു പ്രാവശ്യം വിളിച്ചു. ഒറ്റ പ്രാവശ്യം നാരദർ ഇളകാൻ തുടങ്ങി. ഇവിടെ കോറസ് ഇല്ലേ, പണിക്കാളെ വെച്ച് പോയി ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക 24 മണിക്കൂർ. എന്താ ഈ ഏർപ്പാട് വെച്ചു? നമുക്ക് നാളെയും പോയിക്കൂടെ ചോദിച്ചു നാരദരോട്. പോവാം, നാളെ രാവിലെ പോകണം, എനിക്ക് വേറെ പോകാനുണ്ട്. ആയിക്കോട്ടെ ഭഗവാൻ. രാവിലെ വന്നു 6:45 വന്നു. 6:30 നാരദരെത്തി. നല്ല ഇനി തീരുമാനമാവണം. 6:30 ഭഗവാനെയും കൂട്ടി 6:45
പണിക്കാരൻ്റെ കർഷകൻ്റെ വീട്ടിലെത്തി. അവൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടൊന്നുമില്ല. ശേഷം വെള്ളമായി കുടിച്ചു എന്നിട്ടോ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ആ വാതിലൊന്ന് അടച്ചിട്ടെ കലപ്പയുടെ അടുത്തെത്തി. അതെടുത്ത് ചുമലിലേക്ക് നോക്കുമ്പോൾ നാരായണ അന്നേരം കുളിച്ചിട്ട്. വേറെ ഒന്നുമില്ല. വൈകുന്നേരം വരെ നോക്കി കഞ്ഞി കൊണ്ടുവന്നു, കഞ്ഞി കുടിച്ചു, മുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, പലയാളും വരുന്നുണ്ട്, പലതും. സന്ധ്യയ്ക്ക് ഇവിടെ വെക്കുമ്പോഴും വീണ്ടും പറയുന്നു ഉണ്ടല്ലോ അല്ലേ. കാര്യം മനസ്സിലായില്ലേ? എന്തായിരിക്കും നാരദനോട് പറഞ്ഞത്? ഇതിനെ അറിഞ്ഞ് ജപിക്കാൻ സാധിക്കും. നിങ്ങളോട് സന്ദർഭവശാലും സാങ്കേതികത്തിലൊക്കെ പറഞ്ഞു പോയി. അയാൾക്ക് ആ കലപ്പ എടുക്കുമ്പോഴേ അയാളുടെ ഉള്ളിൽ എന്തായിരുന്നു? നാരായണ, വൈകുന്നേരം വരെ എന്നെ കാക്കണേ. ശ്രദ്ധിച്ചു, വൈകിട്ട് വരെ രക്ഷിച്ച ഹേ നാരായണ നിനക്ക് നന്ദി. മദീനെ എന്തിനീ അലോസരൊക്കെ എടുത്തുനിന്ന് എപ്പോഴും ജപിച്ചിട്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. നാരദർക്ക് ഒരു കൊട്ടുകൂടി ഇങ്ങനെ അധികം വോളിയം കൂട്ടി എൻ്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് ഈ സോപ്പ് ഇടണ്ടെന്നുള്ളതും കൂടിയായി. ആവശ്യത്തിന് ജപിക്കണം, വേണ്ട പോലെ ജപിക്കണം. ഇപ്പോഴും നമ്മൾ എത്രയോ നമസ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമസ്കരിക്കേണ്ട ഒരു നമസ്കാരത്തിൽ നിങ്ങൾക്ക് അനുഭവം കിട്ടണം. അപ്പം അനുഭവം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഓരോ നമസ്കാരവും പറയിക്കുകയാണല്ലേ. നിങ്ങൾ അറിയില്ല, ഇന്നും നമുക്ക് നമ്മളെ തിരിച്ചറിയാത്തതുകൊണ്ട് ഓരോ ദിവസവും ഒരുങ്ങുന്നത് വേറെ വേറെയല്ലേ. എത്ര പൊട്ടു തുടർന്ന് മാറി മാറി. നിങ്ങൾക്ക് നിങ്ങളാണെങ്കിൽ ഒറ്റ സൈസല്ലേ ഇത് ഉണ്ടാവുക, ഒരേപോലെയല്ലേ നിങ്ങൾ ഉണ്ടാവുള്ളൂ. ദിവസവും മാറുന്നതാണ് നിങ്ങൾ. ഞാൻ ഭഗവാനായില്ല. ഗുരുവായൂരപ്പം വരെ എല്ലാ ദിവസവും ഒരുപോലെ ഇല്ലേ? ഇപ്പോൾ രാവിലെ പോലും നമ്മളങ്ങനെയാണോ? പറയൂ നിങ്ങൾ. ഇന്നലെ ബോണിട്ടയിൽ കെട്ടി, ഇന്ന് സ്മൂത്തി എടുക്കും, ഇങ്ങനെ ആക്കി ഓരോ ദിവസവും ഓരോ ഇതായിട്ടാണ് നമുക്ക് അന്നേരം തോന്നുകയാണ് ഇതല്ല ഞാൻ ഇതല്ല. കാരണം എന്താ? ഭൗതികതയുടെ തീക്ഷ്ണതയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇനിയും അല്ല അല്ല ആ തോന്നൽ നമുക്ക് ഉറക്കാത്തത് കൊണ്ടാണ് വിഷമം. ഭഗവാനെ കിട്ടിയിട്ടുള്ള ഒരു തൃപ്തി ഉണ്ടാവണം. അന്ന് നമുക്ക് ഈ അനുഭവിച്ചതന്നെ ധാരാളമായി മാറും. ഗജേന്ദ്രനെ അനുഗ്രഹിച്ച് കാലിൽ പിടിച്ചതായ മുതല ഹൂഹു എന്നുള്ള ഗന്ധർവൻ ദേവലൻ എന്നുള്ള ഋഷിയുടെ ശാപം കൊണ്ട് മുതലയായതും, ഗജേന്ദ്രനാണെങ്കിൽ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായിട്ടിരുന്ന അദ്ദേഹം ഇന്ദ്രദ്യുമ്നൻ എന്നായിരുന്നു പേര്. പാണ്ഡ്യവംശത്തെ രാജാവായ അദ്ദേഹം അഗസ്ത്യ മഹർഷി വന്ന സമയത്ത് ധ്യാനനിരതനായതുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുനാഥനെ എഴുതേക്കാനും വന്ദിക്കാനൊന്നും പറ്റിയില്ല. അറിയാണ്ടാണ്. അറിയാണ്ടായതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. തെറ്റാണ് അത്. ഏവം ഗജ സ്തബ്ധമതിസ്വയേവ. ഇത് ആനകളെ പോലെ തൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് അറിയാതിരിക്കുക, അത് ആനകളുടെ സ്വഭാവമാണ്. ആനയായി മാറട്ടെ എന്ന് ശപിച്ചു ഈ ഇന്ദ്രദ്യുമ്നന്. അങ്ങനെ സ്വന്തം ഗുരുനാഥന്റെ ശാപം കൊണ്ടാണ് ഗജേന്ദ്രനായിട്ട് മാറിയത്. ആനയായപ്പോൾ ശാപമോക്ഷം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ശാപമോക്ഷം എല്ലേ കിട്ടുള്ളൂ, താമസം എന്നന്തരാവണം. അവിടെ ഒരു പരമഭക്തനായ ഒരു ആ സന്ദർഭത്തിൽ നിന്നെ ഭഗവാൻ അനുഗ്രഹിക്കും. താമസം എന്നന്തെടുത്ത് അതുവരെ നീ ഈ പ്രാരബ്ധം അതിലിങ്ങനെ ലയിച്ചിരിക്കട്ടെ. ചുറ്റുപാടിനെ കുറിച്ച് ബോധമില്ലാതെ ഇവിടെ ഇരിക്കാനേ പാടില്ല. ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഈ ഇന്ദ്രദ്യുമ്നനെ ശപിച്ച് ആനയാക്കിയെങ്കിലും അദ്ദേഹത്തിന് നാരായണത്തിൽ പറഞ്ഞതുപോലെ എന്താ ഈ ഭക്തനായിട്ടും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്? ഒരു മാറ്റില്ലേ? ഭക്തനായ ഒരു അളവുണ്ടാവേണ്ടതെന്നാണെങ്കിൽ ചെറിയ അളവൊന്നായിരുന്നില്ലേ കൊടുത്തത്? എന്തായിരുന്നു? പുത്രനോത്കർഷനാഭാന. ഒരിക്കലും കിട്ടാത്ത പല ഗുണങ്ങളും ആ ആനയ്ക്ക് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഗജേന്ദ്രൻ. അതാണ് ഭക്തനായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നാശില്ലാന്ന് മാത്രമല്ല, ഉള്ളതിൽ വെച്ചിട്ട് ആ കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പ് എൻഡായിട്ട് വിഭൂതിക്ക് ഭഗവാനെ പോലെയാക്കി പറ്റുന്നതാണ്. ഇപ്പോൾ ഭക്തനാണ് ഉദ്ധവനെങ്കിൽ ഉദ്ധവനെ തന്നെത്താനാക്കി വെച്ചിട്ടുണ്ട് ഭഗവാൻ. അതുപോലെ ഈ ഗജേന്ദ്രനെ അനുഗ്രഹിച്ചു. അതിനുശേഷം കാലിൽ പിടിച്ച ആ ഹുഹു എന്നുള്ള ഗന്ധർവനെ ശാപമോക്ഷം ദേവന മഹർഷി കൊടുത്തത് ആ പരമഭക്തനായ ഗജേന്ദ്രന്റെ കാലിൽ, ആ ആനയുടെ കാലിൽ പിടിക്കുക. അങ്ങനെ ഗജേന്ദ്രമോക്ഷത്തെ വളരെ വിശേഷപ്പെട്ട കഥ ഇത്. പ്രഭാതത്തിൽ കേൾക്കുന്നവർക്ക് ദദാമി വിമലാമതി എന്നാണ്. വിമലാമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിഞ്ഞതായ ബുദ്ധി, നേർമയുള്ളതായ ചിന്ത, സൃഷ്ടി വിഷയങ്ങളിലൊക്കെ ഒരു സദ്വിചാരം കൂടും എന്ന് പറഞ്ഞു. ബുദ്ധി നമുക്കില്ലാത്തതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിക്കണം. നമുക്ക് ബുദ്ധിയെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. സമ്പാദിക്കാനും ഭൗതിക നേട്ടത്തിനും സാധിക്കും. ജീവിതത്തിൽ ബുദ്ധിയെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ അവിടെ ഈ കഥ വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നിത്യജീവിതത്തിൽ സകല കർമ്മങ്ങളിലും വ്യവഹാരങ്ങളിലും നാം വ്യാപൃതരാകുമ്പോൾ
മതിമറന്നു പോവാതെ ഭൗതികതയുടെ തീഷ്ണത എപ്പോഴും ഓർത്തുകൊണ്ട് ഭഗവത് വിചാരം സദാ ഉണ്ടാവണം എന്ന് ഗജേന്ദ്രമോക്ഷം പറയുന്നു. അങ്ങനെ ജീവിതത്തിൽ ഓരോ സ്ഥാനമാനങ്ങൾ നമ്മെ തേടി എത്തുമ്പോഴും അതൊന്നും നമുക്കൊരു ഗുണമായിട്ടും അധിക ദോഷമായിട്ടും ജീവിതത്തിൽ നാം അറിയാതെ നമ്മുടെ വ്യവഹാര ധർമ്മങ്ങളായിട്ട് നമുക്ക് തീർക്കാൻ സാധിക്കും എന്ന് ഗജേന്ദ്രമോക്ഷം. പിന്നീട് ചാക്ഷുഷമന്വന്തരത്തിലുണ്ടായ പാലാഴി മഥനം എന്നുള്ള കഥയാണ്. അതിനുശേഷം പിന്നീട് വാമനാവതാരം, മത്സ്യാവതാരം, ഇങ്ങനെ 4 പ്രധാന കഥകളാണ് ഇന്നത്തെ കൃഷ്ണാവതാരത്തിന് മുന്നേ അഷ്ടമസ്കന്ധത്തിൽ പറഞ്ഞു. നവമസ്കന്ധത്തിലേക്ക് കടന്ന 4 അനവധി കഥകളിൽ അതിൽ കാണാൻ സാധിക്കും. അനവധി ഭക്ത രാജാക്കന്മാരുടെ കഥയായി ഈശാന കഥ എന്ന ലക്ഷണത്തിൽ നവമസ്കന്ധം 11 അധ്യായത്തിൽ സൂര്യവംശവും പിന്നീടുള്ള 13 അധ്യായത്തിലായി ചന്ദ്രവംശവും, അങ്ങനെ ചന്ദ്രവംശത്തിൽ യദുവിൻ്റെ വംശവും യദുവിൻ്റെ വംശത്തിൽ യദുകുല തിലകമായിട്ട് കടലായി കൃഷ്ണനും നമുക്കിന്ന് വൈകുന്നേരം യജ്ഞവേദിയിൽ അവതരിക്കും. ഇല്ലേ? ഇപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ 2:30 മണിക്ക് ശേഷം പാരായണം ആരംഭിച്ചാൽ 2-2:15 തുടങ്ങുന്നുണ്ടാവും. ആരംഭിച്ചാൽ നമ്മൾ 3:15 ശേഷം പ്രഭാഷണം ഉണ്ടാവും, 1 മണിക്കൂർ നേരം. അതിനുശേഷം പിന്നീട് 6 മണി 6:10 കൂടിയിട്ട് നമുക്ക് കൃഷ്ണാവതാര പ്രസ്താവത്തിലേക്ക് കടക്കാം. എല്ലാവരും ഇന്ന് യജ്ഞവേദിയിൽ ഉണ്ടാവുന്ന ഓരോരുത്തരുടെ വാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ് ആചാര്യൻ. ഇന്നലത്തെ പോലെ നിങ്ങൾ വൈകിട്ട് ഒരു 10-30 ആൾക്കാരായിട്ട് മാറരുത്, 10-30 ആൾക്കാരായിട്ട് മാറരുത് എന്ന് പറയാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി യജ്ഞവേദിയിലേക്ക് ഇന്ന് ഉണ്ടാവണം. അതിനൊരു വിശേഷം എന്താ? ഇന്ന് ഭഗവാന്റെ ഇത്ര നാൾ നിങ്ങൾ ഈ ദേശത്തിൽ ജനിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനോഹര കണ്ണനാണ് അകത്തിരിക്കുന്ന കൃഷ്ണനെങ്കിൽ ആ കൃഷ്ണനെ നമുക്കിന്ന് യജ്ഞവേദിയിലേക്ക് എത്താൻ സാധിക്കണം. വേണോ വേണ്ടി നിങ്ങൾ ഭഗവാന്റെ ഭക്തനാണെന്ന് വിളിച്ചാൽ വരില്ലേ? പറയൂ നിങ്ങൾ. അങ്ങനെ വന്നിട്ടല്ലേ നിങ്ങളൊക്കെ കൂടി ഇരിക്കുന്നേ? നിങ്ങളെയും വിളിച്ചിട്ടല്ലേ വന്നേ? ഇനി വൈകിട്ടേക്ക് നിങ്ങളെ വീണ്ടും ഭഗവാൻ എത്തിക്കണം. എങ്ങനെ വേണം? എല്ലാവരും ഇപ്പോൾ തന്നെ തയ്യാറാവണം. ഇവിടുന്ന് പോയാൽ നിങ്ങളോടൊരു അഭ്യർത്ഥന പറയാൻ പറ്റുമോയില്ല, പറയട്ടെ. പറ്റുന്നവർക്കൊക്കെ ചെയ്യാം, പറ്റാണ്ടൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് കൃഷ്ണാവതാരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. എല്ലാവർക്കും ഈ കമലായി അമ്പലത്തിൽ ഈ ഭഗവാന്റെ യജ്ഞം നടത്തുമ്പോൾ ഇവിടെ ആരെന്നെ വന്നിരിക്കും? പറയൂ. കൃഷ്ണൻ തന്നെ ഉള്ളിൽ വന്നിട്ടിരിക്കും. യജ്ഞമൂർത്തിയായിട്ട് ഭഗവാൻ ഇവിടെ അവതരിക്കുമ്പോഴും ഭഗവാൻ എങ്ങനെ അവതരിച്ചു എന്ന് കാണുമ്പോഴും നമുക്കിതാ യജ്ഞ സംസ്കാരത്തിൽ ഭഗവാനെ സർവബോധം സമർപ്പിക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്നോ ഇന്ന് ഇപ്പോൾ പോയി വൈകിട്ട് കുളിച്ചിട്ടൊക്കെ അല്ലേ വരിക. എൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പലഹാരം പലയിടത്തും അമ്മമാർ കൊണ്ടുവരും. നിങ്ങളുടെ ഉണ്ണിക്കണ്ണനാണ്, നിങ്ങളുടെ കുട്ടിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറില്ലേ? ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ എന്താ കൊടുക്കുക? വൈകുന്നേരം കാപ്പിക്ക് ഞാൻ നെടുപ്പുറം നോക്കിയിട്ട് 4 തല്ല്. അങ്ങനെയാണോ? അങ്ങനെയല്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ കുട്ടി 4 മണിക്ക് വരുമ്പോൾ ലേശം അവല് നനച്ചത് കൊടുക്കില്ലേ? പറയൂ. കണ്ണൂരൊക്കെ പല വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്നതല്ലേ നിങ്ങളുടെ സ്നാക്സ്. ഇല്ലെങ്കിൽ യൂട്യൂബ് നോക്കി പഠിച്ചാലും സാധിക്കും. മധുര പലഹാരം എന്തെങ്കിലും ആക്കിയിട്ട് കണ്ണന് നേരിട്ട് നേദിക്കണം. അങ്ങനെ നേദിക്കാൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് കൊടുക്കാറുണ്ടോ? പറയൂ. തിരുമേനി എന്നാൽ പിന്നെ ഇന്ന് പറഞ്ഞാൽ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, നേദ്യം കഴിച്ചു തരുമോ? നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാനേ പാടില്ല. ഇവിടെ യജ്ഞവേദിയിലെ കണ്ണന് നിങ്ങൾ ആരുടെ അടുക്കളയിലും ഉള്ളത് പറ്റും. ശ്രദ്ധിക്കുന്നില്ലേ? അതിന് നിങ്ങളെന്ത് വേണം? ഭക്തിയോടെ എൻ്റെ അടുക്കളയിൽ, ഭക്തിയോടുകൂടി ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റണം. വേണ്ടേ? ഇഷ്ടത്തോടുകൂടി ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീട്ടിലൊരു അത്ഭുതം സംഭവിക്കും. ഇന്ന് നിങ്ങൾ ആ നൈവേദ്യം കൊണ്ടുവന്ന ഒരു അത്ഭുതം സംഭവിക്കും. അതെപ്പോൾ പറയും? നാളെ ഉച്ചക്കത്തെ പ്രഭാഷണത്തിൽ ആ അത്ഭുതത്തിന് അർഹരായവർ ഇന്ന് കൊണ്ടുവന്നവരാണ്. വലിയൊരു അത്ഭുതം സംഭവിക്കും. നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് ഭഗവാൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ യജ്ഞവേദിയിൽ വൈകിട്ട് നേരത്തെ ഒരു 5:30 ആകുമ്പോഴേക്കൊക്കെ വരാൻ തുടങ്ങാം. ഒന്നും വേണ്ടല്ലേ? ശാവിലെ കുഴക്കാം. ഒരു 10 കാര്യം എത്ര സമയം എടുക്കും? എത്ര സമയം? ഒരു 1/2 ലിറ്റർ പാല്, അത് മാത്രമായാലും മതി. പാൽപ്പായസം എത്ര വേഗമാക്കാൻ പറ്റില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ലഡു ആവട്ടെ, കുഴക്കട്ട ആവട്ടെ, പലതും പല ആൾക്കാരും കൊണ്ടുവരും. ഇനി ഒന്നും പറ്റാത്തവർ എനിക്കിതൊക്കെ പറയാം. ഇവിടെ നമുക്ക് പിരിവും തിരക്കും തെയ്യും ഒക്കെ കൂടിയായിട്ട് പൈസയില്ല. അങ്ങനെയുണ്ടാവും. ഇപ്പോൾ പൈസ ഇല്ലാത്തവരെ കൊണ്ടുവരാണ്ടിരിക്കേണ്ട. നിങ്ങൾ എന്ത് കൊണ്ടുവരാം? വീട്ടിൽ പോയിട്ട് വരുമ്പോൾ 2 സ്പൂണ് പഞ്ചസാര ഉണ്ടാവില്ലേ? കടയിൽ നിന്ന് മേടിക്കണം എന്നാൽ വേണ്ട, ഉണ്ടാവില്ലേ?
2 സ്പൂൺ പഞ്ചസാര പറ്റില്ല. ഒന്നും കൊണ്ടുവരാതെ വേണ്ട വീട്ടിൽ. ഓക്കെ, ഇനി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചു? ഇപ്പം എല്ലാവരും ചിരിച്ചു. ആ പഞ്ചസാരയുടെ കേസ് വന്നപ്പോൾ എല്ലാവർക്കും ചിരിക്കും. ഈ തിരുമേനി ആള് നൈസ, ഇത്ര പഞ്ചസാര ഇല്ലേ കൊണ്ടുവരാൻ പറഞ്ഞു. പറയുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അങ്ങനെ ആ ഒരു നമ്പറും കൊണ്ട് ആരും വരുമ്പോൾ ഇനി പഞ്ചസാരയും കൊണ്ടുവരണ്ട. കഴിഞ്ഞ ഇന്നാളൊരു സപ്താഹത്തിന് ഒന്നുമില്ലെങ്കിൽ പഞ്ചസാര എന്ന് പറഞ്ഞിട്ട് ഒക്കെ കൂടി 30ഓളം കിലോ പഞ്ചസാര. ഞാൻ എന്താ വേണ്ടത്? ഭഗവാൻ ഇന്ന് ലേശം തിരക്കായിട്ട് വേഗം വന്നിട്ട് പോയി. നേറ്റിയൊന്നും നോക്കാൻ നിന്നില്ല. നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയാണ്. ഭഗവാൻ ഇവരെ ഷുഗർ വരില്ല ഇങ്ങനെ പഞ്ചസാര കഴിച്ച്. അതുകൊണ്ടേണ്ട, നിങ്ങൾ തീരെ പറ്റുന്നില്ല, സമയമില്ല, അല്ലെങ്കിൽ ഇന്നാഇപ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ട് തിരുമേനി ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും രക്ഷയില്ല. നിവൃത്തിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവരാം. ഒരു വിധം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെ പറ്റിക്കണ്ട? ആചാര്യനെ പറ്റിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഭഗവാനെ പറ്റിക്കണ്ട. മൂപ്പര് ഇതിനകത്ത് കേൾക്കില്ലേ? ഇത് മാത്രം കേൾക്കാണ്ട് പോകും. നിങ്ങൾ പറയുന്നേ ഇത് കേൾക്കില്ലേ? കേട്ടാൽ ആരും നോക്കും? എനിക്ക് ഉത്തരവാദിത്തമുണ്ടോ? ഭഗവാൻ വന്ന് നിങ്ങളുടെ കയ്യിൽ നോക്കും. മൂപ്പര് അവിടെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കഥ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ യജ്ഞവേദിയിൽ ഭഗവാൻ ഞെട്ടണം വേണ്ടേ? എല്ലാവരുടെ മധുര പലഹാരമാണ്. ഇനിയിപ്പോൾ മിഠായി കൊണ്ടുവരാൻ പറ്റുന്നവർക്ക് അങ്ങനെ കൊണ്ടുവരാം. ഒരു 50 മിഠായികൾ. ധാരാളം കുട്ടികൾ ഇന്നുണ്ടാവും, അവർക്ക് കൊടുക്കാൻ മിഠായി ആവശ്യം ധാരാളം. ഇനി വഴിപാട് പാൽപ്പായസം, വെണ്ണ, പഞ്ചസാര, ലഡു സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവർ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഇല്ലേ? മിഠായി തിരുമേനിയുടെ ഒരു തമാശ, ഞാൻ വേണം ഒരു 500 ലഡു കൊടുക്കും. അങ്ങനെ പറ്റുന്നവരുണ്ടാവില്ല. 500 ലഡു കൊടുത്ത് കളി. അങ്ങനെ പറ്റുന്നവരുണ്ടോ നമുക്കറിയില്ല. ചില ആൾക്ക് 500 ലഡു കൊടുത്താൽ വാടക കൊടുക്കലുണ്ടാവില്ല. അവർ കൊടുക്കണ്ട. ഒരു ലഡു കൊടുക്കും. നിങ്ങൾ ആലോചിക്കുക. കാരണം എന്താ? ഭാഗവതം മുഴുവൻ അങ്ങനെയല്ലേ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന യജ്ഞം, നമ്മൾ നിങ്ങൾക്ക് യജ്ഞം നടത്തി തരാൻ വന്നവരാണ്. യജ്ഞം നമുക്ക് ഇങ്ങനെയാണ് നടത്തേണ്ടത്. മനസ്സിലായില്ലേ? യജ്ഞ സംസ്കാരമാണ്. നമുക്ക് മനസ്സുകൊണ്ട് ഭഗവാന് ഒരു നിവേദ്യം സമർപ്പിക്കാൻ സാധിക്കട്ടെ. യജ്ഞവേദിയിൽ ഭഗവാനെ കൂട്ടുന്ന കീർത്തനാണ്. എല്ലാവരും കൈയടിക്കണം. ആ കഥ കേട്ടതിൻ്റെ ശ്രദ്ധ നിങ്ങൾക്ക് നാമജപത്തിലാണ് കേൾക്കേണ്ടത്. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ